അറക്കൽ ബീവി മെഗാ പാർട്ട്. രചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. അന്ന് രാത്രി സമദിനെ കാത്തിരുന്നത് അയാളുടെ സമാധാനം തകർക്കുന്നൊരു സ്വപ്നമായിരുന്നു. താൻ മാത്രം ഇത്രയും നാൾ ഉള്ളിൽ കൊണ്ടു നടന്നൊരു രഹസ്യം, അതിന് തന്നെയും തൻ്റെ ജീവനായി കൊണ്ടു നടക്കുന്നവളെയും പിരിച്ചു കളയാനുള്ള ശേഷിയുണ്ടെന്ന് അയാൾ ഇതുവരെ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. നിക്കാഹ് ചെയ്യാൻ ഉറപ്പിച്ച പയ്യൻ തന്നെ മോളെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. അതിനവൻ പറഞ്ഞ കാരണം കേട്ട് ഭൂമി പിളർന്നു താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നയാൾ ആ നിമിഷം ആഗ്രഹിച്ചുപോയി. എല്ലാവരും അയാളെ പരിഹാസത്തോടെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് സ്വപ്നം കണ്ട അയാൾ ഞെട്ടിയുണർന്നു. ഞെട്ടിയെഴുന്നേറ്റപ്പോൾ ആകെ വിയർപ്പിൽ കുളിച്ചു സമദ് കുറച്ചുനേരം കൂടി കണ്ണുമടച്ച് അവിടെ തന്നെ ഇരുന്നു. ഹൃദയമിടിപ്പ് കൂടിയിട്ടുണ്ട്. ആ സ്വപ്നത്തിലെ കാഴ്ചകൾ കൺമുന്നിലൂടെ വീണ്ടും ഓടിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. തലയിലൂടെ ഒരുപാട് വെള്ളമൊഴിച്ചിട്ടും ഉള്ളിലെ തീയണക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സ്വപ്നം പുലർന്നാൽ തനിക്കത് താങ്ങാൻ കഴിയുമോ? തൻ്റെ കുടുംബമോ കൂട്ടുകാരോ ഒന്നും കൂടെ ഇല്ലാഞ്ഞിട്ടും മോളുള്ളതുകൊണ്ടാണ് താൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. അവൾ കൂടി തന്നെ വെറുത്താൽ ഈ സമദ് സ്വന്തം ജീവിതം മറന്ന് ജീവിച്ചതിനെന്തർത്ഥം? അയാൾക്ക് തല പെരുത്തു തുടങ്ങി. ചിന്തിച്ച് കാട് കയറി അങ്ങനെ ഇരുന്നു പോയി. അയാൾ ഷഹബാസിന് ലീവാണെന്ന് പറഞ്ഞുകൊണ്ടൊരു മെയിൽ അയച്ചിട്ടു. അത്യാവശ്യം എല്ലാം അവനിപ്പോൾ സ്വന്തമായി ഡീൽ ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ ധൈര്യമായി അവനെ എന്തു തന്നെ വേണേലും ഏൽപ്പിക്കാം. കുറെ ചിന്തിച്ചു കൂട്ടിയപ്പോൾ സമദിന് തലവേദന എടുത്തു തുടങ്ങി. ശരീരമാകെ തളർച്ച തോന്നുന്നുണ്ട്. അയാൾ വീണ്ടും കയറിക്കിടന്നു. തലവേദന കൂടിക്കൂടി വന്നു. രാവിലെ തുടങ്ങിയ കിടത്തം വൈകുന്നേരം വരെയും തുടർന്നു. ഇന്നുപ്പ തീരെ വിളിച്ചില്ലല്ലോ. സാധാരണ രാവിലെയും വൈകുന്നേരവും എന്തായാലും വിളിക്കുന്നതാണ്. അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സനു ബേജാറോടെ ഫൗസിയോട് പറഞ്ഞു. ചിലപ്പോൾ സമദ് രാവിലെ തിരക്കുണ്ടെങ്കിൽ വിളിക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ വൈകുന്നേരം അയാൾ എന്തായാലും വിളിക്കാറുണ്ട്. അത് ശരിയാ, ഞാനും വിചാരിച്ചു നിന്റെ ഉപ്പ ഇന്ന് തീരെ വിളിച്ചില്ലല്ലോ എന്ന്. നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ ഉപ്പയുടെ പിയയെ വിളിച്ച് കാര്യം തിരക്ക്. എന്തെങ്കിലും ബിസിനസ് തിരക്കാണെങ്കിൽ അവർ ഫോൺ എടുക്കുമല്ലോ. അതിനെനിക്ക് ഷാബാസിക്കയുടെ നമ്പർ അറിയില്ല. അതിനല്ലടേ മണ്ടി നിന്റെ കുഞ്ഞുമ്മാനെ വിളിച്ച് നമ്പർ വാങ്ങണം. അത് ശരിയാണല്ലോ. സനു വേഗത്തിൽ തന്നെ റാബിയയുടെ ഫോണിലേക്ക് വിളിച്ചു. കുഞ്ഞുമ്മ, അർജൻ്റാണ്. എനിക്ക് ഷാബാസിക്കയുടെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്യണം. ഉപ്പാനെ രാവിലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്നലെ വൈകുന്നേരം എന്നോട് വിളിച്ച് സംസാരിച്ചതാണ്. എന്തോ ബേജാറുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഫോണിൽ വിളിച്ച് കിട്ടാഞ്ഞിട്ട് എനിക്കെന്തോ സമാധാനം കിട്ടുന്നില്ല. സനുവിൻ്റെ വെപ്രാളം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ റാബിയക്കും ആകെ ബേജാറായി. ഞാനിപ്പോൾ തന്നെ അവൻ്റെ നമ്പർ അയച്ചേക്കാം മോളെ. ടെൻഷൻ ആവണ്ട, ഉപ്പാക്കൊന്നും ഉണ്ടാവില്ല. നീ വേഗം തന്നെ അവനെ വിളിച്ചു നോക്ക്. റാബിയ വേഗം ഫോൺ കട്ടാക്കി ഷഹബാസിൻ്റെ നമ്പർ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. കുഞ്ഞുമ്മാൻ്റെ നമ്പറിൽ നിന്നും വന്ന ആ കോണ്ടാക്റ്റിലേക്ക് അവൾ വേഗം തന്നെ കോൾ ചെയ്തു. അമി എന്നാണ് കുഞ്ഞുമ്മ അയച്ച ആ കോണ്ടാക്റ്റ് നെയിം കാണിക്കുന്നത്. അവൻ്റെ വിളിപ്പേരായിരിക്കാം. അതൊന്നും തന്നെ അവളുടെ മൈൻഡിലേക്കപ്പോൾ കയറിയില്ല. അറിയാത്ത നമ്പറിൽ നിന്നും കോൾ വന്നപ്പോൾ തിരക്കിലായിരുന്ന ഷഹബാസ് ആദ്യത്തെ തവണ കോൾ അറ്റൻഡ് ചെയ്തില്ല. രണ്ടാമതും അടിഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ ഫോണെടുത്ത് നോക്കി. ട്രൂ കോളറിൽ സനൂബിയ എന്ന് കണ്ടു. സാറിൻ്റെ മോളുടെ പേര് അങ്ങനെ എന്തോ ആണല്ലോ എന്നവനൊരു നിമിഷം ആലോചിച്ചു. പിന്നെ കോൾ അറ്റൻഡ് ചെയ്തു. അവൻ ഫോണെടുത്ത ഉടനെ അവളുടെ ആ മധുരമായ ശബ്ദം പേടി നിറഞ്ഞ പോലെ അവന് കേട്ടപ്പോൾ തോന്നി. ഷഹബാസിക്ക, ഉപ്പ എവിടെ പോയി? ഇന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഓഫീസിൽ വന്നില്ലേ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഒറ്റ ശ്വാസത്തിൽ ഒന്നിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഷനു ഷഹബാസിൻ്റെ ഉത്തരത്തിനായി കാതോർത്തു. അവളുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ അവൻ അവളെ പാവം തോന്നി. ഇന്ന് സാർ ഓഫീസിൽ വന്നില്ല. ഇവിടെ ഫ്ലാറ്റിൽ ഉണ്ടാകുമല്ലോ അല്ലേ? വേണമെങ്കിൽ ഞാൻ പോയി നോക്കാം. അസുഖമുള്ളതായി ഒന്നും പറഞ്ഞില്ല. എന്നെ വിളിച്ചിട്ടില്ല. ലീവ് എനിക്ക് മെയിൽ ചെയ്തതാണ്. ആണോ? എങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾ അവിടേക്ക് ഒന്ന് പോയി നോക്കുമോ? ഇന്നലെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മനസ്സിലൊരു പേടി. ഓക്കെ, ഞാൻ പോയി നോക്കിയിട്ട് തന്നെ വിളിക്കാം കേട്ടോ. താൻ പേടിക്കണ്ട. അവൻ അവളെ ഒന്ന് സമാധാനിപ്പിച്ച് കോൾ കട്ട് ചെയ്തുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. സിസ്റ്റം ഓഫ് ചെയ്ത് പുറത്തേക്ക് വേഗത്തിൽ നടന്നു. ഓഫീസിൻ്റെ പുറത്ത് ഒരു സൈഡിലായിട്ടാണ് സാറിൻ്റെ ഫ്ലാറ്റ്. അവൻ കുറച്ച് ധൃതി കാണിച്ചുകൊണ്ട് തന്നെ ഫ്ലാറ്റിലേക്കുള്ള സ്റ്റെപ്പ് കയറുമ്പോൾ സെക്യൂരിറ്റി അവനെ ഒന്ന് നോക്കി. അയാളോട് ഒന്നും പറയാൻ നിൽക്കാതെ അവൻ നടന്നു നീങ്ങി. ഫ്ലാറ്റിൻ്റെ ഡോർ അടഞ്ഞു കിടക്കുന്നുണ്ട്. അവൻ വേഗം വാതിലിൽ മുട്ടി. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ഒരു റീപ്ലൈയും കിട്ടാത്തതിനാൽ വീണ്ടും വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. പിന്നെ വാതിലിൻ്റെ ഹാൻഡിൽ പിടിച്ചു തിരിച്ചു നോക്കിയപ്പോൾ ഡോർ കുറ്റിയിട്ടിട്ടില്ല എന്ന് മനസ്സിലായി. വേഗം ഡോർ തുറന്നവൻ അകത്തേക്ക് കയറി. അപ്പോൾ സോഫയിൽ തലയിൽ കൈവച്ചുകൊണ്ട് സമദ് കിടക്കുന്നത് അവൻ കണ്ടു.
അവൻ ചെറുതായി ഒന്ന് ഞെട്ടി. ഫോൺ അടിഞ്ഞിട്ടും വാതിലിൽ ശക്തിയായി മുട്ടിയിട്ടും സാർ അറിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത അവനെ മറ്റെന്തോ ചിന്തയിലേക്ക് സെക്കൻഡ് കൊണ്ടെത്തിച്ചു. അവൻ ഓടി സമദിൻ്റെ അരികിലെത്തി. സാർ സാർ വിളിച്ചിട്ടറിയാഞ്ഞിട്ടവൻ തൊട്ടു വിളിക്കാമെന്ന് കരുതി തൊട്ടപ്പോൾ പെട്ടെന്ന് കൈവലിച്ചു. ശക്തമായ പനിയുണ്ട്, പൊള്ളുന്ന ചൂട്, ബോധവും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരീരം ഇടക്ക് വിറയ്ക്കുന്നുമുണ്ട്. ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നെങ്കിലും സംയമനം വീണ്ടെടുത്ത് അവൻ വേഗം സെക്യൂരിറ്റിയുടെ ഫോണിലേക്ക് വിളിച്ച് അയാളോട് ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞു. അയാളും ഓടിപ്പാഞ്ഞ് ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോൾ സമദ് സാറിൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി. ആകെ വാടിക്കുഴഞ്ഞിട്ടുണ്ട്. വേഗം സമദിൻ്റെ അരികിലേക്ക് സെക്യൂരിറ്റി രാമേട്ടനും എത്തി. രാമേട്ടാ, നമുക്ക് സാറിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നല്ല പനിയുണ്ട്, ആൾക്ക് ബോധവുമില്ല. ഇടയ്ക്ക് പനിയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല വിറയലുമുണ്ട്. ആ മോനെ, നീ വേഗം പോയി വണ്ടി തിരിച്ചിട്, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി എടുത്തോണ്ട് പോവാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സമദിനെ കാറിൽ കയറ്റി ഫ്ലാറ്റും പൂട്ടി നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആദ്യം അത്യാഹിത വിഭാഗത്തിൽ കാണിച്ചപ്പോൾ ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചറുമാണ് അയാളുടെ ബോധം നഷ്ടപ്പെടുത്തിയതെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. പൾസ് വേരിയേഷൻ കാണിച്ചപ്പോൾ ഡോക്ടർ ICU പ്രിഫർ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ സമദിനെ അവിടെ തന്നെയുള്ള ICUവിലേക്ക് മാറ്റി. ഷഹബാസിൻ്റെ വിളിക്കായി അക്ഷമയോടെ കാത്തുനിന്ന സനുവിൻ്റെ കോൾ വീണ്ടും അവനെ തേടി ഇങ്ങോട്ടെത്തി. ഫോൺ റിങ് ചെയ്തപ്പോൾ തന്നെ അവനൊരു ഉൾക്കിടിലം അനുഭവപ്പെട്ടു. എന്തു പറയും അവളോട്? അവർ തമ്മിലുള്ള ബോണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു. ഹലോ ഷഹബാസ്ക്ക, എന്തായി ഉപ്പയുടെ അടുത്ത് നിങ്ങൾ പോയോ? ആ സനു, ഞാൻ സാറിൻ്റെ അരികിലാണുള്ളത്. സാറിന് ചെറിയൊരു പനി, ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് സാറിനെ കണ്ടപ്പോൾ നിന്നെ തിരിച്ചു വിളിക്കാൻ വിട്ടുപോയതാണ്. സാറിന് വലിയ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കണ്ട കേട്ടോ. ഉപ്പാൻ്റെ ഫോൺ എവിടെ? ഉപ്പാൻ്റെ കയ്യിൽ ഒന്ന് കൊടുക്കുമോ? അത് കേട്ടപ്പോൾ ഷഹബാസ് ഒന്ന് ഞെട്ടി. എങ്കിലും അവൻ ഒരു നുണ പറഞ്ഞൊപ്പിച്ചു. സാറിൻ്റെ ഫോൺ ഫ്ലാറ്റിൽ തന്നെയാണ്. ഇപ്പോൾ സാറിനെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വരികയാണ്. ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങളുള്ളത്? സിറ്റി ഹോസ്പിറ്റലിലാണ്. താൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ഞാനുണ്ടല്ലോ. താൻ ഇന്ന് തിരക്കിട്ട് വരേണ്ട, നാളെ വീട്ടിലേക്ക് വന്നാൽ മതി. അവൻ്റെ മറുപടിയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്ന പോലെ സനുവിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ വേഗം ഫോൺ കട്ട് ചെയ്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു കൂട്ടം ഡ്രസ്സെടുത്ത് ബാഗിലേക്കിട്ട് വേഗം വേഷം മാറി റെഡിയായി. അവളെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ലാതെ കൂടെ ഫൗസിയും പോന്നു. അവർ സിറ്റി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ സമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ തന്നെ സമദ് ICUവിലാണെന്ന് സനുവിന് മനസ്സിലായി. അവൾ അങ്ങോട്ട് പോകാനൊരുങ്ങിയതും റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, മാഡം, മാസ്ക് ധരിക്കാതെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ദയവായി മാസ്ക് ധരിക്കണം. അത് കേട്ട് ഫൗസി ഓടിപ്പോയി 2 മാസ്ക് വാങ്ങി വന്നു. നിക്കാബ് അഴിച്ച് മാസ്ക് ധരിച്ച ശേഷം അവർ ICU ഉള്ള മുകൾ നിലയിലേക്ക് വേഗത്തിൽ നടന്നു. അവിടെ ICUവിൻ്റെ മുമ്പിൽ മാസ്ക് ധരിച്ചൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. അതായിരിക്കും ഷഹബാസ് എന്നൊരു ധാരണയിൽ അവൾ അങ്ങോട്ട് ചെന്നു. ഷഹബാസിക്കാണോ? അതെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഷഹബാസിന് വല്ലാത്ത സങ്കടം തോന്നി. കുറഞ്ഞ സമയം കൊണ്ട് ആ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള സ്നേഹം വിളിച്ചോതുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾ. തൻ്റെ ഹൃദയത്തിലുടക്കിയ ആ സുറുമ കണ്ണുകളാണോ അതെന്ന് അവനൊരു നിമിഷം തോന്നി. ഉപ്പാക്ക് എന്താ ശരിക്കും? അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിട്ടുണ്ട്. താൻ കള്ളം പറഞ്ഞത് അവൾക്ക് മനസ്സിലായി കാണും. ഉപ്പാക്ക് ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണ്, പിന്നെ ഹൈ പ്രഷറുമുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇക്ക ഡോക്ടറെ കണ്ടിരുന്നോ? കുറച്ച് മുമ്പ് ഡോക്ടർ വന്നിരുന്നു. വേണമെങ്കിൽ നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണാം. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സനു ഡോക്ടറുടെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ ഷഹബാസും. ഡോക്ടറുടെ മുൻപിലിരിക്കുമ്പോൾ സനുവിന് കൈകാലുകൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ, ഇത് സമദ് സാറിൻ്റെ മകളാണ്. ഓക്കെ, ഇപ്പോൾ സമദിൻ്റെ നില തൃപ്തികരമാണ്. ചെറിയൊരു പാനിക് അറ്റാക്കാണ് ആൾക്ക് വന്നത്. വല്ലാതെ സ്ട്രെസ്ഫുള്ളാണ് സമദ്. എന്തോ ഒരു വലിയ ടെൻഷൻ അയാളുടെ ഉള്ളിലുണ്ട്. ഇനി ഒരു വട്ടം കൂടി ഇങ്ങനെ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കൊന്ന് കയറി കാണാമോ ഡോക്ടർ? കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വിളിപ്പിക്കാം. അപ്പോൾ കണ്ടാൽ പോരെ? നാളെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അവൾ തലകുലുക്കി സമ്മതിച്ചു. എന്നാലും എന്തായിരിക്കും ഉപ്പാൻ്റെ ഉള്ളിൽ ഇത്ര സങ്കടമുണ്ടാക്കുന്ന കാര്യം? തൻ്റെ നിക്കാഹ് പോലും ഉപ്പാക്ക് വേണ്ടിയാണ്, ആ സന്തോഷത്തിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പോൾ ഉപ്പാക്ക് എന്താണ് വലിയ ദുഃഖം? അന്ന് കല്യാണം മുടങ്ങിയെന്ന് സ്വപ്നം കണ്ടതുകൊണ്ടായിരിക്കുമോ? സനുവിൻ്റെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വിളിച്ചതനുസരിച്ച് സമദിനെ കാണാൻ അവളും ഷഹബാസും ICUവിലേക്ക് കയറി. കുറേ വയറുകൾക്കിടയിൽ കിടക്കുന്ന അയാളുടെ മുഖം ആകെ വിളറി വെളുത്തിരുന്നു. ആകെ ക്ഷീണം പിടിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ അയാൾ വശം കിട്ടുപോയിരുന്നു.
സനുവിന് ഉപ്പയെ അങ്ങനെ കണ്ടപ്പോൾ ശ്വാസം നിന്നുപോയതുപോലെ തോന്നി. അവൾ ഏറെ സങ്കടത്തോടെ ആ മുഖത്തേക്ക് നോക്കി നിന്നു. സനുവിനെ കണ്ടപ്പോൾ സമദിൻ്റെ കണ്ണുകളും വീണ്ടും നിറഞ്ഞു. കൂടെയുള്ള ഷഹബാസിനെ അയാൾ നന്ദിയോടെ ഒന്ന് നോക്കി. ആർക്കും ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സനു സമദിൻ്റെ കൈ പിടിച്ചു. അവിടെ മൗനം പോലെ വാചാലമായിരുന്നു. ഡോക്ടർ ഒന്നും സംസാരിച്ച് കൂടുതൽ ടെൻഷനാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവൾ കുനിഞ്ഞ് ഉപ്പാൻ്റെ നെറ്റിയിൽ ഒന്ന് മുത്തി. ഷഹബാസ് സമദിനെ ഒന്നുകൂടി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് നിന്നു. റാബിയയെ കോൾ ചെയ്ത് വിവരങ്ങൾ പറഞ്ഞു. ഒരു ഓട്ടോ പിടിച്ചു ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അവനൊന്ന് വീട്ടിൽ പോയി ഫ്രഷായി വരണം. രാവിലെയുള്ള കോലത്തിലാണല്ലോ. അവളെ തനിച്ചാക്കി പോകാൻ തോന്നുന്നില്ല. പെട്ടെന്നെന്തോ ആവശ്യം വന്നതുകൊണ്ട് അവളുടെ കൂട്ടുകാരി കുറച്ചു നേരത്തെ പോയിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചിലപ്പോൾ സനുവിന് ബുദ്ധിമുട്ടാവും. അവളും ആകെ തകർന്ന നിൽപ്പാണ്. കുറച്ചു നേരം കൂടി ICUവിൽ നിന്ന് ഉപ്പയോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് സനു പുറത്തേക്കിറങ്ങി. കാണാൻ ആഗ്രഹിച്ച മുഖമായിരുന്നിട്ട് കൂടി ഷഹബാസിനെ ഒന്ന് നോക്കാൻ അവൾക്ക് പറ്റിയിരുന്നില്ല. ഇപ്പോൾ ചിന്ത മുഴുവൻ ഉപ്പ മാത്രമേ ഉള്ളൂ. ആ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന ആളാണ് തളർന്നു കിടക്കുന്നത്. അവിടെ ICUവിൻ്റെ മുന്നിലുള്ള കസേരയിൽ തലക്ക് കയ്യും കൊടുത്ത് അവൾ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ റാബിയ അങ്ങോട്ടെത്തി. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമാനെ കണ്ടപ്പോൾ സനു വേഗം അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ സന്തോഷം കൊണ്ടായിരുന്നില്ല ആ കെട്ടിപ്പിടുത്തം. എങ്കിലും ഒന്ന് ചായാൻ, ആ തോളിൽ കിടന്ന് ഒന്ന് പൊട്ടിക്കരയാൻ അവൾ ഏറെ കൊതിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ തോളിൽ വീഴുന്ന കണ്ണുനീർ തുള്ളികളെ റാബിയ അടക്കി പിടിച്ചു. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് റാബിയ അവിടെയുള്ള കസേരയിലിരുത്തി. ഉമ്മി, ഞാൻ വീട്ടിൽ പോയി വരാം. നേഴ്സിനോട് പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ചായ വാങ്ങിക്കൊടുക്കിട്ടോ. അവൻ്റെ കരുതലോടെയുള്ള ആ സംസാരം സനുവിൽ ആശ്വാസം നിറച്ചു. ഈ ഉമ്മയും മോനും ഇല്ലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥയിൽ എന്തു ചെയ്യും തങ്ങൾ? ഉപ്പാൻ്റെ കുടുംബക്കാർ അങ്ങനെ വരാറില്ല. ആദ്യം അവർ തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉമ്മയില്ലാത്ത തന്നെയും കൊണ്ട് ഉപ്പ ഏറെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ കണ്ട സ്വത്തെല്ലാം നേടിയത്. ഇപ്പോൾ അവർക്ക് കാശിൻ്റെ ആവശ്യം വരുമ്പോൾ ഉപ്പയെ സമീപിക്കും, അല്ലാതെ ഒരു ബന്ധവുമില്ല. അന്ന് രാത്രി അവളും റാബിയും കൂടി അവർക്ക് വേണ്ടി എടുത്ത മുറിയിലേക്ക് പോയി. ICUവിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഷഹബാസ് അവിടെ തന്നെ ഇരുന്നു. രാവിലെ വലിയ കുഴപ്പമില്ലാത്തതിനാൽ സമദിനെ റൂമിലേക്ക് മാറ്റി. ഇന്ന് കുറച്ച് ഉഷാറൊക്കെ തോന്നുന്നുണ്ട്. വീൽചെയറിൽ റൂമിലേക്ക് എത്തിയപ്പോൾ മോളുടെ കൂടെ മറ്റൊരാളെ കണ്ട് അയാളുടെ നെറ്റി ചൊളിഞ്ഞു. മാസ്ക് വെച്ചതിനാൽ ആരാണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ സമദിനെ കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു റാബിയ, നിന്നിടത്ത് നിന്ന് ചലിക്കാൻ പോലും ആവാതെ. 21 വർഷത്തിന് ശേഷമുള്ള കണ്ടുമുട്ടൽ, അതും തൻ്റെ പ്രിയപ്പെട്ട സനുവിൻ്റെ ഉപ്പയായി. എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഇതുവരെ കരുതിയത്. പക്ഷേ സനുമോളുടെ ഉപ്പ ആകാൻ മാത്രം പ്രായം സമദിനില്ല എന്ന് തനിക്ക് ഉറപ്പാണ്. പക്ഷേ അവളുടെ ഉപ്പയാണ് എന്നാണല്ലോ പറഞ്ഞത്. റാബിയക്ക് ഒന്നും തന്നെ അങ്ങോട്ട് ക്ലിയറായി മനസ്സിലായില്ല. എന്തായിരിക്കും സമദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവൾ അങ്ങനെ തറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവളുടെ അടുത്തുകൂടി സമദിനെ അറ്റൻഡർ റൂമിലേക്ക് കൊണ്ടുപോയി. പോകുന്ന പോക്കിൽ സമദിൻ്റെ കണ്ണുകൾ ഒരു വേള റാബിയയിലുടക്കി. ആ കണ്ണുകൾ അത് എവിടെയായിരുന്നാലും അവൻ തിരിച്ചറിയുമല്ലോ. അവളെ കണ്ടു മനസ്സിലായപ്പോൾ സമദിൻ്റെ കണ്ണിലും ഒരു പിടപ്പുണ്ടായി. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ തൻ്റെ പ്രണയം അല്ല, തങ്ങളുടെ പ്രണയം, തൻ്റെ റാബി. അവൾ ഭൂമിയിൽ അവശേഷിക്കുന്നു എന്ന അറിവ് പോലുമില്ലാത്ത വിധം തനിക്കവളെ 21 വർഷം മുമ്പ് നഷ്ടമായി പോയതാണ്. ഇന്നിതാ ജീവനോടെ മുന്നിൽ. അവൾ എന്താ ഇവിടെ? സമദിന് വല്ലാത്ത പരവേശം തോന്നി. അയാളെ ബെഡിലേക്ക് കയറി കിടക്കാൻ വേണ്ടി സനു സഹായിച്ചു. മോളെ, അതാരാണ് പുറത്തുള്ള ആ സ്ത്രീ? സമദ് കുറച്ച് ആകാംക്ഷയോടെ ചോദിച്ചു. അതാണുപ്പ, എൻ്റെ കുഞ്ഞുമ്മ. അവളുടെ മറുപടിയിൽ അയാൾ വീണ്ടും ഒന്ന് ഞെട്ടി. സനുവിൻ്റെ വാക്കുകളിലൂടെ അടുത്തറിഞ്ഞ അവളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമ്മയാണ് തൻ്റെ റാബി എന്നത് അയാളെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ ഷഹബാസ് തൻ്റെ അമിമോനല്ലേ? പ്രിയപ്പെട്ട റാഹിയുടെ പുന്നാരച്ചക്കൻ? അവരുടെ ജീവിതമെല്ലാം ഒരു തമസ്യ പോലെ അയാൾക്ക് തോന്നി. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഓരോ ഓർമ്മകൾ അയാളിലേക്ക് ഓടിയെത്തി. കുന്നുമ്മൽ സുലൈമാൻ്റെയും ഖദീജയുടെയും പുന്നാര മകനായിരുന്നു സമദ്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബം. സുലൈമാന് 2 സഹോദരങ്ങൾ, അയ്യൂബും സുമയ്യയും. ഉമ്മയും ഉപ്പയും നേരത്തെ മരിച്ചുപോയിരുന്നു. ഖദീജക്ക് വീട്ടിൽ 4 സഹോദരിമാരാണുള്ളത്. ഏറ്റവും ഇളയ ആളാണ് ഖദീജ. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം സമദിന് പ്രായം 5. ഒരു കാർ അപകടത്തിൽ സുലൈമാൻ മരണപ്പെട്ടുപോയി. അങ്ങനെ സമദ് 5-ാം വയസ്സിൽ യതീമായി മാറി. ഖദീജയും സമദും ഒറ്റക്ക് അവരുടെ വീട്ടിൽ തന്നെ താമസിച്ചു കൊണ്ടിരുന്നു. 2 വർഷം കൂടി അങ്ങനെ തുടർന്നപ്പോൾ എല്ലാവരും കൂടി ചെറുപ്പക്കാരിയായ ഖദീജയെ വേറെ കല്യാണം കഴിപ്പിച്ചു. പക്ഷേ അവർ സമദിനെ ഏറ്റെടുത്തിരുന്നില്ല. അങ്ങനെ അവൻ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അയ്യൂബിൻ്റെ വീട്ടിൽ ഒരു അഭയാർത്ഥിയെപ്പോലെ ജീവിക്കേണ്ടി വന്നു.
ഒരു നാളിൽ സുലൈമാൻ്റെ കൂട്ടുകാരനുമായ അലവിക്കുട്ടി അവനെ കാണാൻ അയ്യൂബിൻ്റെ വീട്ടിലേക്ക് വന്നു. അവൻ്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയ അയാൾ അവനെയും കൂട്ടി അയാളുടെ വീട്ടിലേക്ക് പോയി. അയാൾ അവനെ കൊണ്ടുപോകുന്നതിൽ അയ്യൂബിനും കുടുംബത്തിനും പ്രശ്നമുണ്ടായിരുന്നില്ല. ഖദീജയും മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നതോടെ സമദിനെ മനഃപൂർവ്വം തന്നെ മറന്നുകളഞ്ഞിരുന്നു. കാരണം കൂടെ കൂട്ടാൻ എന്തായാലും പുതിയ ഭർത്താവ് സമ്മതിക്കില്ല. പിന്നെ അവനെ ഏറ്റെടുക്കാൻ എങ്ങനെ കഴിയും? എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കുന്നത് കേട്ടാൽ മതിയായിരുന്നു അവർക്ക്. അലവിക്കുട്ടിയുടെ വീട്ടിൽ അയാൾക്ക് 2 പെൺകുട്ടികളാണുള്ളത്, റാഹിലയും റാബിയയും. റാഹില 8 വയസ്സുകാരിയാണ്, സമദിൻ്റെ പ്രായം, റാബിയക്ക് 5. അങ്ങനെ അവർ 3 പേരും ഒന്നിച്ചു വളർന്നു. അലവിയും ഭാര്യയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. റാഹിലയും സമദും കളിക്കൂട്ടുകാരായി മാറിയിരുന്നു. അവർ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒരുമിച്ചാണ്. കളിക്കുമ്പോൾ കൂടെ അനിയത്തിയായ റാബിയയും അവർ കൂട്ടും. വളരെ സ്നേഹത്തിൽ തന്നെ മക്കൾ വളർന്നുകൊണ്ടിരുന്നു. കാലങ്ങൾ കഴിഞ്ഞ് കലണ്ടറുകൾ മറിഞ്ഞു വീണു. റാബിയ കൗമാരത്തിലേക്ക് കടന്നപ്പോൾ സുന്ദരനായ സമദിനോടുള്ള അവളുടെ ഫീലിങ്സിൽ മാറ്റം വന്നു തുടങ്ങി. ചെറുപ്പം മുതൽ തങ്ങളെ ചേർത്ത് പിടിച്ചു നടക്കുന്ന സമദിനോട് അവൾക്ക് പ്രണയമായി. 12 വയസ്സിൽ അവൾക്ക് തോന്നിയ പ്രണയം സമദ് അപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അതവൻ കണ്ടതായി അറിഞ്ഞതായി ഗൗനിച്ചില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയപ്പോഴാണ് അലവിയും ഭാര്യയും റാഹിലയും റാബിയയുടെ പ്രണയത്തെക്കുറിച്ച് അറിയുന്നത്. അവനെ കാണാതെ കരഞ്ഞ റാബിയ കുറച്ചു കഴിയുമ്പോൾ എല്ലാം മറന്നോളും, ഇപ്പോഴുള്ളത് വെറും പ്രായത്തിൻ്റെ ആകർഷണം മാത്രമാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ അത് ആത്മാവിൽ അലിഞ്ഞൊരു പ്രണയമായിരുന്നു. ഓരോ തവണ അവൻ നാട്ടിൽ വരുമ്പോഴും അവൾ കാത്തിരുന്നു. വീണ്ടും വീണ്ടും അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ സമദിൻ്റെ ഉള്ളിലും സഹോദരീഭാവം മാറിത്തുടങ്ങി. പക്ഷേ അവൻ അത് തുറന്നു കാണിച്ചില്ല. അവൻ പ്രീ ഡിഗ്രി റാങ്ക് വാങ്ങി പാസ്സായപ്പോൾ അത് കഴിഞ്ഞവനെ MBA പഠിപ്പിക്കാൻ അലവി തീരുമാനിക്കുന്നു. MBA ചെയ്യാൻ വേണ്ടി ദൂരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവന് സീറ്റ് ലഭിച്ചിരുന്നു. അങ്ങനെ അവൻ അവിടേക്ക് പുറപ്പെട്ടു. പോകുമ്പോൾ 2 പേരെയും മനസ്സിലാക്കിയ അലവിക്കുട്ടി തിരിച്ചു വന്നിട്ട് 2 പേർക്കും ഒന്നിക്കാമെന്ന് വാക്കുകൊടുത്തു. റാഹിലയെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ വിവാഹം ചെയ്ത് അയച്ചിരുന്നു. പിറ്റേ കൊല്ലം ആയപ്പോഴേക്കും മോൻ ജനിക്കുകയും ചെയ്തു. പക്ഷേ പ്രസവത്തോടെ അവൾ തളർന്നുപോയി. ഒരു ഭാഗം തളർന്നു കിടന്ന കിടപ്പിലുള്ള അവളെ ഭർത്താവും ഉപേക്ഷിച്ചു. പക്ഷേ അലവിക്കുട്ടിയും ഭാര്യയും അവളെ സന്തോഷത്തോടെ തന്നെ പരിചരിച്ചിരുന്നു. തൻ്റെ സഹോദരിയുടെ കുഞ്ഞിനെ റാബിയയും നെഞ്ചോട് ചേർത്ത് വളർത്തി. അവളിലെ 12കാരി പ്രണയത്തിൽ മാത്രമല്ല വാത്സല്യത്തിലും മുമ്പിലായിരുന്നു. സമദും ആ കുഞ്ഞിൽ തൻ്റെ ജീവിതം തന്നെ കണ്ടു. അവനും നാട്ടിലുള്ളപ്പോൾ പ്രിയമോടെ ആ പിഞ്ചു പൈതലിനെ കൊണ്ടു നടന്നു. സമദിൻ്റെ പക്വത നിറഞ്ഞ പെരുമാറ്റവും കുടുംബത്തിനോടുള്ള കൂറും കണക്കിലെടുത്താണ് അലവിക്കുട്ടിയും റാബിയയെ അവന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ വിധി മാറി മറിയുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അലവിക്കുട്ടിയുടെ കോടിക്കണക്കിനുള്ള സ്വത്തിന് അവകാശികൾ റാബിയയും റാഹിലയുമാണല്ലോ. റാഹിലയാണെങ്കിൽ തളർന്നു കിടപ്പുമാണ്. സമദിനെ ഏറ്റെടുത്ത് വളർത്തുന്നതിൽ അലവിയുടെ സഹോദരങ്ങൾക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു. റാഹിലയെ തന്നെ മകനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അലവിയുടെ ജ്യേഷ്ഠൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. റാബിയെ കൂടി അലവി സമദിനെ കൊണ്ട് കെട്ടിക്കുകയാണെന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്മാർക്കും അനിയന്മാർക്കും അയാളോട് ദേഷ്യം തോന്നി തുടങ്ങി. സ്വത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആളുകളുണ്ടല്ലോ, അവരെപ്പോലെ ആ സഹോദരങ്ങളും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പലപ്പോഴും അവർ സമദിനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അവൻ കുലുങ്ങിയില്ല. റാഹിലയെ കാണിക്കാൻ ദൂരെ ഒരു സ്ഥലത്ത് പോകാറുണ്ട്. അവിടെയുള്ള ഡോക്ടർ മിടുക്കനാണ്. കിടന്ന കിടപ്പിലുള്ള രോഗികളെ എഴുന്നേൽപ്പിക്കും എന്ന് കേട്ടുകേൾവി അറിഞ്ഞപ്പോൾ അലവിയും ഭാര്യയും റാഹിലയെ അവിടെ കൊണ്ടുപോകാൻ തുടങ്ങി. ഒരു ദിവസം അവർ യാത്ര പോകുമ്പോൾ അലവിയുടെ കാർ അപകടത്തിൽപ്പെട്ടു. റാഹിലയും അലവിയും ഭാര്യയും മരണപ്പെടുന്നു. റാബിയയും കുഞ്ഞിനെയും കാണാനില്ല. ആരും ഇതൊന്നും സമദിനെ അറിയിച്ചില്ല. നാട്ടിൽ വന്ന സമദിനെ കാത്തിരുന്നത് അടഞ്ഞു കിടന്ന വീടാണ്. തന്നെ സ്വന്തം മോനെപ്പോലെ പോറ്റി വളർത്തിയ ആ ഉമ്മയെയും ഉപ്പയെയും സഹോദരിയെപ്പോലെ സ്നേഹിക്കുന്ന റാഹിലയെയും തൻ്റെ പ്രണയമായ റാബിയയും കുഞ്ഞുമോനെയും കാണാതെ അവൻ വിഷമിച്ചു. അടുത്ത വീട്ടുകാരിൽ നിന്നും അവരുടെ മരണവാർത്ത അറിഞ്ഞ് അവൻ തളർന്നുപോയി. സമദ് കിടന്ന കിടപ്പിൽ കഴിഞ്ഞുപോയ തൻ്റെ പഴയ കാലത്തിലൂടെ ഒന്ന് പോയി വന്നു. എങ്കിലും റാബിയയും അമിമോനും എന്താണ് അത് സംഭവിച്ചത് എന്നാർക്കും അറിയില്ല. ആ രഹസ്യങ്ങൾ അവൾക്ക് മാത്രമേ അറിയൂ. മോൾ കൂടെയുള്ളപ്പോൾ ഒന്നും ചോദിക്കാനും വയ്യ. തൻ്റെ വലങ്കയ്യായി കൂടെയുള്ള ഷഹബാസ് തന്നെയാണ് തൻ്റെ നെഞ്ചിൽ പറ്റിക്കിടക്കാറുണ്ടായിരുന്ന അമിയെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനെ കണ്ടതു മുതൽ വല്ലാത്തൊരു ആത്മബന്ധം സമദിന് തോന്നിയിരുന്നു. ഉപ്പയെ കണ്ടപ്പോൾ റാബിയ ഉമ്മയുടെ മുഖം മാറിയത് സനു ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അകത്തേക്ക് വന്ന തന്നോട് റാബിയമ്മയെക്കുറിച്ച് ഉപ്പയും ചോദിച്ചത്. അവർ തമ്മിൽ എവിടെയോ എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. അതിനുശേഷം 2 പേർക്കും ഒരു മിണ്ടാട്ടമില്ല. ചിന്തയിലൂടെ ഇങ്ങനെ ഊളിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് 2 പേരും. 2 പേരോടും ഒന്നും ചോദിക്കാനും വയ്യ.
ഷഹബാസിക്ക വന്നിരുന്നെങ്കിൽ മൂപ്പരോടൊന്ന് ചോദിക്കാമായിരുന്നു. സനു ആലോചനയോടെ ഇരുന്നു പോയി. എങ്കിലും അവളുടെ മനസ്സ് സ്വപ്നത്തിൽ കാണാറുള്ള അറക്കൽ അമനെക്കുറിച്ച് ഒന്നും ഹോസ്പിറ്റലിലെത്തിയ ശേഷം വന്നതേയില്ല. ആദ്യം മുതലേ ഷഹബാസിനെ ഒന്ന് കാണാൻ കാത്തിരുന്ന അവൾ അവനെ കണ്ടപ്പോൾ അതൊന്നും ഓർത്തതുമില്ല. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാത്തതിനാൽ സമദിനെ അന്ന് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്തു. ഷഹബാസ് രാവിലെ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിട്ട് പോയതാണ്. പിന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല. ഇവിടുത്തെ ബില്ലടച്ചു. മറ്റെല്ലാം സെറ്റാക്കിയത് സമദിൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ്. ഷഹബാസ് അയാളെ എല്ലാം ഏൽപ്പിച്ചിരുന്നു. മോളെ, ഇനി ഞാൻ പോയിക്കോട്ടെ, നിങ്ങൾ വീട്ടിലേക്ക് പോവുകയല്ലേ? ഞാനും മോനും കൂടി പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. തെളിച്ചമില്ലാത്ത മുഖത്തോടെ റാബിയ പറഞ്ഞു. പോകുന്ന വഴിക്കല്ലേ കുഞ്ഞുമ്മ നിങ്ങളെ വീട്? ഞങ്ങളുടെ കൂടെ പോന്നിട്ട് അവിടെ ഇറങ്ങിയാൽ പോരെ? അത് വേണ്ട മോളെ, ഞാൻ ഓട്ടോയിൽ പോയിക്കൊള്ളാം. അങ്ങനെയാണേൽ നിങ്ങൾ പോയിക്കോളി. റാബിയക്ക് വല്ലാത്തൊരു സങ്കടം ഉള്ളിൽ തിക്കുമുട്ടുന്നുണ്ടായിരുന്നു. പ്രാണനായവനെ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ല എന്നാണ് അവൾ കരുതിയിരുന്നത്. ഇങ്ങനെയൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എന്ത് ചോദിക്കണമെന്നോ അറിയാത്ത വല്ലാത്തൊരവസ്ഥ. റാബിയ വേഗം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. സമദിനോടൊന്നും സംസാരിച്ചിട്ടില്ല. അടുത്തേക്ക് പോയിട്ടുമില്ല. സനു കൂടെ ഉള്ളതുകൊണ്ട് എങ്ങനെ സംസാരിക്കുമെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഒരിക്കലും മോൾ തങ്ങളുടെ പാസ്റ്റ് അറിയാൻ ഇക്ക ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ താനായിട്ട് അറിയിക്കേണ്ടല്ലോ എന്നവൾ കരുതി. പക്ഷേ റാബിയയുടെ ആ പോക്ക് സനുവിൽ കൂടുതൽ സംശയങ്ങളുണ്ടാക്കി. അവൾ ചിന്തയോടെ കിടക്കുന്ന സമദിൻ്റെ അരികിലേക്ക് ചെന്നു. ഉപ്പ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉപ്പ സത്യം പറയുമോ? ഉപ്പായെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയല്ല, എനിക്കൊരു സംശയം, അതൊന്ന് തീരാൻ വേണ്ടിയാണ്. എന്താ മോളെ നീ ചോദിക്കാൻ പോകുന്നത്? റാബിയെക്കുറിച്ചാണോ? അതേ ഉപ്പ. ഉപ്പ പറയുന്നത് കേട്ട് മോൾ ഉപ്പയെ വെറുക്കരുത്. കാരണം ഇതൊക്കെ ഉപ്പയുടെ കഴിഞ്ഞ കാലമാണ്. ഉപ്പയുടെ കഴിഞ്ഞ കാലം കേട്ട് ഞാനെന്ത് നിങ്ങളെ വെറുക്കണം? ഉപ്പ പറയൂ. അവൾ എൻ്റെ പ്രണയമായിരുന്നു മോളെ. കുഞ്ഞുനാൾ മുതൽ നെഞ്ചിൽ കൊണ്ടു നടന്ന എൻ്റെ പ്രണയം. അത് കേട്ട് സനുവിന് ഞെട്ടലൊന്നും തോന്നിയില്ല. അവരുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ടപ്പോൾ അവൾ ഊഹിച്ചതായിരുന്നു ഈയൊരു കഥ. പിന്നെങ്ങനെ ഉപ്പാക്ക് അവരെ നഷ്ടപ്പെട്ടു പോയത്? പിന്നെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? സമദ് താൻ ജനിച്ചതും വളർന്നതും ഉപ്പയെ നഷ്ടപ്പെട്ടതും ഉമ്മ ഉപേക്ഷിച്ച് കളഞ്ഞതും റാബിയുടെ ഉപ്പ തന്നെ സംരക്ഷിച്ചതും റാബിയുടെയും തൻ്റെയും പ്രണയവും അവസാനം പഠിക്കാൻ വേണ്ടി ദൂരേക്ക് പോയപ്പോൾ അവൾക്ക് സംഭവിച്ച ദുരന്തങ്ങളും എല്ലാം പറഞ്ഞു. വാപ്പയും ഉമ്മയും റാഹിയും മരണപ്പെട്ടപ്പോൾ റാബിയയും മോനും എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് അവൾക്ക് മാത്രമേ അറിയൂ. അവളാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നതുപോലുമില്ല. അവളെ ഒന്ന് അന്വേഷിക്കാത്തതിന് എന്നോട് ചിലപ്പോൾ വെറുപ്പായിരിക്കും. ഉപ്പ അവരെ അന്വേഷിച്ചിരുന്നില്ലേ? ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. പക്ഷേ എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉപ്പ, അപ്പോൾ എപ്പോഴാണ് എൻ്റെ ഉമ്മയെ കണ്ടത്, കല്യാണം കഴിച്ചത്? അവിടേക്ക് ചോദ്യങ്ങൾ എത്തിയപ്പോൾ സമദ് കുറച്ചൊന്ന് ആശങ്കപ്പെട്ടു പോയി. ഇതുവരെ ആരുമായും സംസാരിക്കാത്ത ഒരു വിഷയമാണ്. അവസാനം മോള് തന്നെ ചോദിച്ചിരിക്കുന്നു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ നിൻ്റെ ഉമ്മയെ കണ്ടു, വിവാഹം കഴിച്ചു. നിന്നെ എനിക്ക് തന്നുകൊണ്ട് അവൾ മറഞ്ഞുപോയി. അയാൾ പെട്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുകളഞ്ഞു. പക്ഷേ ഉപ്പ, എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും ചെറുപ്പമായ ഉപ്പാക്ക് 20 വയസ്സ് കഴിഞ്ഞ മോൾ എങ്ങനെ ഉണ്ടായി എന്ന്. അവളുടെ ചോദ്യം കേട്ടപ്പോൾ സമദ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. സത്യം വെളിപ്പെടുമോ? 20 വർഷമായി മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം പുറത്തു വരുന്നുണ്ടോ? ഉപ്പ, എന്താ ഒന്നും പറയാത്തത്? ഞാൻ ഉപ്പയുടെ മോളല്ലേ? അവൾ പറഞ്ഞത് കേട്ടപ്പോൾ സമദിൻ്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയതുപോലെ തോന്നി. നീ എന്തൊക്കെയാ സനു ഈ വിളിച്ചു പറയുന്നത്? ഞാനൊരു പാനിക് അറ്റാക്ക് കഴിഞ്ഞ ആളാണെന്ന് നിന്നോട് മറന്നുപോയോ? സോറി ഉപ്പ, ഞാൻ ഇന്നലെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഉപ്പയുടെ മോളല്ലാത്തതിനാൽ അവർ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതായിട്ട്. അതുകൂടി കണ്ടപ്പോൾ ഞാൻ ഉപ്പയുടെ മോളല്ലേ എന്ന് അറിയാതെ ആലോചിച്ചു പോയി. നീ എൻ്റെ മോളാണ്. നീ മാത്രമേ എനിക്ക് സ്വന്തമായുള്ളൂ. നീ കൂടി ഉപ്പാനെ ഉപേക്ഷിച്ചു പോയാൽ പിന്നെ ഉപ്പാക്ക് ആരാണ്? കണ്ണ് നിറച്ചുകൊണ്ട് ഭീതി നിറഞ്ഞ ശബ്ദത്തോടെ സമദ് പറയുന്നത് കേട്ട് സനു സമ്മർദ്ദത്തിലായി. തൻ്റെയും ഉപ്പാൻ്റെയും ഇടയിൽ മറ്റെന്തോ രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നതായി അവൾക്ക് തോന്നി. അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടിയത്. തുറന്നു നോക്കിയപ്പോൾ ഷെഫീഖും ഉപ്പയുമാണ്. ആഹാ, മോളിവിടെ ഉണ്ടായിരുന്നോ? ഷെഫീഖിൻ്റെ ഉപ്പ അബ്ദുറഹ്മാൻ സനുവിനെ കണ്ടപ്പോൾ ചോദിച്ചു. അതിന് മറുപടിയായി അവളൊന്ന് ചിരിച്ചു. ഷെഫീഖ് അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാത്തൊരു വിമിഷ്ടം തോന്നി. അവൾ വേഗം മാസ്ക് എടുത്ത് മുഖത്തണിഞ്ഞു. അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്ന ഷെഫീഖിന് അത് കണ്ട് വല്ലാത്ത നിരാശ തോന്നി. താൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ, അവളെ ഞാൻ കണ്ടാൽ എന്താ കുഴപ്പം? എന്തിനാണ് അവൾ മുഖം മറച്ചത്? അവന് ദേഷ്യം തോന്നി. പെട്ടെന്നവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അബ്ദുറഹ്മാൻ സമദിനോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്.
കുറച്ചു സമയം അവർ സംസാരിച്ചിരുന്ന ശേഷം അവർ പോകാനിറങ്ങി. സമദിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന സനുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അയാളും പുറത്തേക്കിറങ്ങി. നീ എന്താടാ വേഗം പുറത്തേക്കിറങ്ങിയത്? നിന്റെ അമ്മോശനാവാൻ പോകുന്ന ആളല്ലേ ആ കിടക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? ഉപ്പ പറയുന്നത് കേട്ട് ഷെഫീഖ് നാവ് കടിച്ചു പോയി. സനു അങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പുറത്തേക്കിറങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് കയറിയതുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറാനും പറ്റില്ല. പെട്ടെന്നൊരു കോൾ വന്നപ്പോൾ പുറത്തിറങ്ങിയതാണ് ഉപ്പ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മതി, നമുക്ക് പോകാം. അവർ പോയപ്പോൾ സമദും ഷെഫീഖിൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. തൻ്റെ മുഖത്തേക്ക് പോലും അവനൊന്നും നോക്കിയിട്ടില്ല. ദേഷ്യം പിടിച്ച പോലെ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി പോവുകയും ചെയ്തു. ഇതുപോലെ ദേഷ്യപ്പെട്ടാണ് ആ സ്വപ്നത്തിലും അവൻ ഇറങ്ങിപ്പോയത്. ഇനി എന്താവും തങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്നോർത്തപ്പോൾ അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഡ്രൈവർ വന്ന് പോകാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടും വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. വീട്ടിലെത്തിയിട്ടും സമദിൻ്റെയും സനുവിൻ്റെയും ചിന്തകൾ റാബിയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. ഇനിയെങ്കിലും റാബിയെയും സമദിനെയും ഒന്നിപ്പിക്കണമെന്ന് സനു ആഗ്രഹിച്ചു. ഉപ്പാൻ്റെ കണ്ണിൽ അവരോടുള്ള സ്നേഹത്തിളക്കം ഇന്നലെ കണ്ടതാണ്. അവൾക്ക് റാബിയയെ ഒന്ന് കാണാൻ തോന്നി. ഫോണെടുത്ത് റാബിയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും വന്ന ശേഷം റാബിയയും ആകെ മൂഡ് ഓഫാണ്. തൻ്റെ കയ്യെത്തും ദൂരത്തുള്ള തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ട ഷോക്കിൽ നിന്നും അവർ പുറത്തു കടന്നിട്ടില്ല. ഷഹബാസ് ഇന്നലെ ഓഫീസിൽ നിന്നും വന്നത് മുതൽ തന്നെ ശ്രദ്ധിക്കുന്നത് അറിയുന്നുണ്ട്. തൻ്റെ മുഖം വാടിയാൽ അവൻ വേഗം മനസ്സിലാവും. തൻ്റെ കയ്യിൽ വളർന്ന കുഞ്ഞല്ലേ? അവൾ ആലോചനയോടെ ഇരിക്കുന്ന സമയത്താണ് ഫോൺ ശബ്ദിച്ചത്. നോക്കിയപ്പോൾ സനുമോളാണ്. താൻ പെട്ടെന്ന് പോന്നത് അവൾക്കും എന്തോ സംശയം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. കുഞ്ഞമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ, എന്താണ് ഒരു ഉഷാറില്ലാത്തത്? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും വേഗം പോന്നപ്പോൾ തന്നെ മുഖത്തിനൊരു ഉഷാറില്ലല്ലോ. എന്തെങ്കിലും അസുഖമുണ്ടോ? അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. ഒന്നുമില്ല മോളെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിനക്ക് തോന്നിയതാവും. ആ, അത് ശരിയാ. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച തൻ്റെ പ്രാണനാഥനെ മുന്നിൽ കണ്ടതിൻ്റെ ഷോക്ക് ഒന്നുമല്ല അല്ലേ കുഞ്ഞുമ്മ? അവൾ പറഞ്ഞത് കേട്ട് റാബിയ ഒന്ന് ഞെട്ടി. എല്ലാം അവൾ അറിഞ്ഞിരിക്കുന്നു. ഇക്ക എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ടാവും. എന്താ കുഞ്ഞുമ്മ ഒന്നും മിണ്ടാത്തത്? ഉപ്പ എല്ലാം എന്നോട് പറഞ്ഞുട്ടോ. നിങ്ങൾ രണ്ടുപേരുടെയും ഭാവങ്ങൾ കണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഉപ്പ എല്ലാം തുറന്നു പറഞ്ഞു. മോളെ അത്... റാബിയക്ക് എന്താണ് അവളോട് പറയേണ്ടതെന്ന് ഒരു ഊഹം കിട്ടിയില്ല. കുഞ്ഞുമ്മ ഒന്നും സംസാരിക്കാതെ പോയത് കണ്ടപ്പോൾ ഉപ്പ നല്ല ടെൻഷനിലാണ്. ഉപ്പയോട് നിങ്ങൾക്ക് വെറുപ്പാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ ഒരുപാട് തിരഞ്ഞു നടന്നു. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കണ്ടെത്താനാവാഞ്ഞിട്ടാണ്. എൻ്റെ ഉപ്പയെ അതിൻ്റെ പേരിൽ വെറുക്കല്ലേ കുഞ്ഞമ്മ? എനിക്കെന്തിനാണ് മോളുടെ ഉപ്പയോട് വെറുപ്പ്? എല്ലാം എൻ്റെ വിധിയാണ്. ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പടച്ചവൻ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? മോളൊന്നും അറിയേണ്ട എന്ന് കരുതിയാണ് ഞാൻ സംസാരിക്കാതിരുന്നത്. അല്ലാതെ എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല എന്ന് മോള് ഉപ്പാനോട് പറയണം. കുഞ്ഞുമ്മയും ഷാബാസ്കയും ഇങ്ങോട്ടൊന്ന് വരുമോ? ഞങ്ങൾ വരാം മോളെ. അവൻ എന്തായാലും അങ്ങോട്ട് വരാനുണ്ടാകും. സൈൻ ചെയ്യിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ഞാനും കൂടെ വരാം. പിന്നെ കുഞ്ഞമ്മ എൻ്റെ ഉമ്മയായി വരാൻ റെഡിയായിരുന്നോ? എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിക്കാഹ് ഞാൻ നടത്തും. സനുവിൻ്റെ ഉറച്ച വാക്കുകൾ കേട്ട് റാബിയുടെ നെഞ്ചകം ഒന്ന് വിറച്ചുപോയി. ഇനിയൊരിക്കലും ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. തൻ്റെ കൗമാരപ്രായത്തിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ എല്ലാം യുവത്വത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കരിഞ്ഞുണങ്ങിപ്പോയതാണല്ലോ. പിന്നീട് അവയെക്കുറിച്ച് വെറുതെ പോലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അമ്മി അറിഞ്ഞാൽ പിന്നെ അവനും തുടങ്ങും ഇത് പറയാൻ. തനിക്കൊരു തുണയുണ്ടെങ്കിലേ അവൻ വിവാഹം കഴിക്കൂ എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സനുമോളെപ്പോലെ ഒരു പെൺകുട്ടിയെ അവനും കണ്ടെത്തണം. അവർ രണ്ടുപേരും നല്ല മാച്ചായിരുന്നു. എന്തു ചെയ്യാനാ? അവളുടെ നിക്കാഹ് നിശ്ചയിച്ചു പോയില്ലേ? റാബിയ മറുപടിയില്ലാതെ നിൽക്കുന്നത് കണ്ട് സനു ചെറുപുഞ്ചിരിയോടെ ഫോൺ വെച്ചു. പാവം കുഞ്ഞുമ്മ, എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവും. തൻ്റെ ഉപ്പയും. അതെ, അവൾക്ക് അവർ രണ്ടുപേരോടും വല്ലാത്തൊരു സ്നേഹം തോന്നി. അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ഷഹബാസിക്കയുടെ സഹായം തേടണം അവൾ ഉറപ്പിച്ചു. അവൻ മറ്റൊരു കല്യാണം കഴിച്ചാൽ കുഞ്ഞുമ്മ ഒറ്റപ്പെടും. താൻ എവിടെ നിന്ന് പോകേണ്ടി വന്നാൽ ഉപ്പയും ഒറ്റക്കാവും. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചാൽ അവർക്ക് ഇണയും തുണയുമാകുമല്ലോ. അവർ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട ജീവിതം അവർക്കപ്പോഴെങ്കിലും കിട്ടുമല്ലോ. അവൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. നിക്കാഹിന് 4 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. സമദിൻ്റെ അസുഖവും ഹോസ്പിറ്റലിൽ വാസവും കാരണം സനുവും ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ കാരണം നിക്കാഹ് മുടങ്ങുമോ എന്ന വല്ലാത്തൊരു ഭീതിയുമുണ്ട്. സമദിൻ്റെ സഹോദരങ്ങളെയെല്ലാം നിക്കാഹ് ക്ഷണിച്ചിട്ടുണ്ട്. ഉമ്മയുടെ മക്കളായി 4 സഹോദരങ്ങൾ സമദിനുണ്ട്. 2 അനിയന്മാരും 2 പെങ്ങന്മാരും. സമദിൻ്റെ ഉമ്മ ഖദീജ കിടപ്പിലാണ്. കഴിഞ്ഞ വർഷം അനിയന്മാർ വന്ന് ഉമ്മാക്ക് വേണ്ടി കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഉമ്മാനെ കാണാൻ കൊണ്ടുപോയിരുന്നു. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നമ്മൾ ഇവിടെ
ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിക്കുമല്ലോ. കർമ്മ ഒരു ബൂമറാങ് പോലെയാണെന്നല്ലേ. അത് ഖദീജ ഉമ്മയും അനുഭവിച്ചു. സമതെല്ലാം മാപ്പാക്കി കൊടുത്ത ശേഷം പിരിഞ്ഞു പോന്നു. മുൻപ് അയാളുടെ ഉപ്പാൻ്റെ അനിയൻ അയ്യൂബും മക്കളും ഇടയ്ക്കിടെ സഹായം ചോദിച്ച് വരാറുണ്ടായിരുന്നു. പക്ഷേ സമത് വാരിക്കോരി നൽകാത്തതുകൊണ്ട് ഇപ്പോൾ അവർ കൂടുതൽ വരാറില്ല. പണ്ട് ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചു. ഉമ്മ വേറെ കല്യാണം കഴിഞ്ഞു പോയപ്പോൾ ഒരു വർഷം നോക്കിയതിന് കണക്ക് പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ജോലിക്കാരെങ്കിലും അപേക്ഷിച്ചാൽ അത് അയാൾ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യാറുമുണ്ട്. ഷെഫീക്കെ, നിന്റെ നിക്കാഹിന് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ? എവിടെ വരെ എത്തി ഒരുക്കങ്ങൾ? വീട്ടിൽ പന്തലൊക്കെ ഇട്ടോ? അങ്ങാടിയിൽ പച്ചക്കറി വാങ്ങുമ്പോൾ രാജേഷ് ഷെഫീക്കിനോട് ചോദിച്ചു. വീട്ടിൽ അതിനൊരു പരിപാടിയുമില്ലടാ. എല്ലാം അവളുടെ വീട്ടിലാണ്. നിക്കാഹും ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെയാണ്. നമ്മളൊന്നും അറിയണ്ട. സമയമാകുമ്പോൾ അങ്ങോട്ട് പോയാൽ മാത്രം മതി, ഷെഫീഖ് പറഞ്ഞു. നിന്റെ ഒരു ഭാഗ്യം. വലിയ പണച്ചാക്കിൻ്റെ മോളെയല്ലേ നീ കെട്ടുന്നത്? അതും ഒറ്റ മോള്. അയാളുടെ എല്ലാറ്റിനും അവകാശി അവൾ മാത്രമല്ലേ? അതിന് മറുപടിയായി ഷെഫീഖ് ഒന്ന് ചിരിച്ചു. ഉപ്പാൻ്റെയും തൻ്റെയും ചിന്ത അത് തന്നെയാണ്. അവളിലൂടെ കുറേ പണം നേടുക. ഉപ്പയുടെ കൺസ്ട്രക്ഷൻ വർക്ക് പരമായി കിട്ടിയ ബന്ധമാണ്. ആരുമായും വേഗത്തിൽ ബന്ധം സ്ഥാപിക്കാൻ ഷെഫീഖിൻ്റെ ഉപ്പാക്ക് വലിയ മെടുക്കാണ്. അങ്ങനെയാണ് സെയിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുതിയ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അബ്ദുറഹിമാൻ സമതുമായി പരിചയത്തിലാവുന്നത്. ആ ബന്ധം ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചത് അബ്ദുറഹിമാനാണ്. പക്ഷേ ആരെന്തൊക്കെ തന്നെ ആഗ്രഹിച്ചാലും മുകളിലുള്ള ഒരാൾ തീരുമാനിക്കാതെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും മനുഷ്യന് കഴിയില്ല എന്നത് അയാൾ അപ്പോൾ ഓർത്തില്ല. പാവം സമദിനെ ബലിയാടാക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ അതിനും വലിയ തിരിച്ചടിയുമായി തൻ്റെ മകൻ തന്നെ തനിക്ക് നേരെ തിരിയുമെന്ന് അയാൾ ഈ നിമിഷവും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് വൈകുന്നേരം ഷഹബാസും റാബിയയും ബൈത്തുസൈനിലേക്ക് എത്തുമ്പോൾ സമദും സനവും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. ബുള്ളറ്റ് നിർത്തി ഹെൽമറ്റ് അഴിച്ച് മുടിയൊന്ന് ഒതുക്കി ഷഹബാസ് ഇറങ്ങി നടന്നപ്പോൾ ആകെ പരിഭ്രമം കലർന്ന മുഖത്തോടെ റാബിയ നിൽക്കുന്നുണ്ടായിരുന്നു. തട്ടം കൊണ്ട് മുഖം പാതി മറച്ചുകൊണ്ട് റാബിയ ഷഹബാസിൻ്റെ കൂടെ കോലായിലേക്ക് കയറി. ഷഹബാസിനെ നേരിട്ട് കണ്ടപ്പോൾ തൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം പോലെ സനവിന് തോന്നി. പക്ഷേ അവനൊരിക്കലും അറക്കൽ തറവാട്ടിലെ അമൻ അല്ലല്ലോ എന്നൊരു ചിന്തയും അവളെ പിടികൂടി. വേഗം തന്നെ ചിന്തകളെ പറത്തിവിട്ടുകൊണ്ട് അവർക്ക് കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വേഗം അടുക്കളയിലേക്ക് പോയി. സമദിനെ ഒന്നു നോക്കിക്കൊണ്ട് റാബിയും സനുവിൻ്റെ പിന്നാലെ പോയി. ജ്യൂസിൻ്റെ ട്രേ റാബിയയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് സനു അവരെ സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയി. റാബിയയ്ക്ക് എന്തോ പേടി തോന്നുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ചെറിയ ടേബിളിൽ ജ്യൂസ് വെച്ച ശേഷം റാബിയ മാറി നിന്നു. അപ്പോൾ സനു പറഞ്ഞു, ഉപ്പ, പെണ്ണ് കാണുമ്പോൾ നല്ലോണം നോക്കിക്കോളൂ, പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ചിരിയോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ട് സമദും റാബിയയും ഷഹബാസും ഒന്ന് ഞെട്ടി. നീ എന്താണ് മോളെ, എന്താണ് ഈ പറയുന്നത്? അതേ ഉപ്പ, നിങ്ങളുടെ പെണ്ണ് കാണലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കുഞ്ഞുമാനെ നിങ്ങളെക്കൊണ്ട് കെട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ പറഞ്ഞത് കേട്ട് ഷഹബാസിനൊന്നും മനസ്സിലായില്ല. അവൻ്റെ അന്തം വിട്ട ഇരിപ്പ് കണ്ടപ്പോൾ സന എല്ലാം ചുരുക്കി അവനോട് പറഞ്ഞു. ഷഹബാസ് നോക്കിയപ്പോൾ റാബിയും സമദും തലകുനിച്ച് നിൽപ്പുണ്ടായിരുന്നു. അവൻ ഒരുപാട് സന്തോഷമായി. അവൻ്റെ ഉള്ളിലെ ഒരു നോവായിരുന്നു അവൻ്റെ കുഞ്ഞുമ്മാൻ്റെ ജീവിതം. അത് തൻ്റെ സാറിൻ്റെ കൂടെയാവുമ്പോൾ അതിലും വലിയ സന്തോഷം വേറെയുണ്ടോ? അതും അവരുടെ പഴയ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയാവുമ്പോൾ. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? 4 ദിവസം കഴിഞ്ഞാൽ നിൻ്റെ നിക്കാഹല്ലേ? അതിനിടയിൽ നീ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞാൽ അതവർ അറിഞ്ഞാൽ അത് മോശമല്ലേ? അയ്യടാ, എൻ്റെ നിക്കാഹിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ നിക്കാഹ് കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ടെന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമായ നിലക്ക് നമുക്കിത് ഉറപ്പിച്ചു വെക്കാം. എന്നാലും മോളെ കെട്ടിച്ചിട്ട് ബാപ്പ കെട്ടിയെന്ന് പറഞ്ഞവർ നിനക്കെന്തെങ്കിലും പ്രശ്നമാക്കിയാലോ? അങ്ങനെയാണേൽ അവരോട് വിളിച്ചു ചോദിച്ചാലോ? അവർക്കിതിന് ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ നിക്കാഹ് നമുക്ക് ഒഴിവാക്കാം. സനു പറഞ്ഞത് കേട്ട് സമദ് ഞെട്ടിപ്പോയി. ദേ സനു, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്താ ഇതൊക്കെ കുട്ടിക്കളിയാണോ? നമുക്ക് പറ്റിയൊരു ബന്ധം ഇങ്ങോട്ട് കിട്ടിയതാ. നീയായിട്ട് ഇല്ലാതെയാക്കരുത്. ഉപ്പാൻ്റെ സന്തോഷം കളയുന്നൊരു ബന്ധം എന്തായാലും സനുവിന് വേണ്ട ഉപ്പ. എനിക്ക് വേണ്ടി ഇത്രയും നാൾ ഉപ്പ ജീവിച്ചു. ഇനിയും നിങ്ങളെ ഇങ്ങനെ തനിച്ചു തുടരാൻ ഞാൻ സമ്മതിക്കില്ല. അവർക്കിഷ്ടമില്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, അല്ലാതെ നിങ്ങളിതിനെ എതിർക്കരുത്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഉമ്മയില്ലാതെ ജീവിച്ച് എനിക്ക് ഇനിയെങ്കിലും ഒരു ഉമ്മയെ തന്നൂടെ ഉപ്പ? ഉറച്ച സ്വരത്തിൽ പറഞ്ഞു തുടങ്ങിയ സനുവിന് അവസാന വാക്കിൽ സ്വരമിടറിപ്പോയി. അവളുടെ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തിലും തിരയിളക്കമുണ്ടാക്കി. അവരുടെ എല്ലാം കണ്ണുകൾ നിറച്ചു. ഷഹബാസിന് അവളോട് വാത്സല്യം തോന്നിപ്പോയി. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ പറയുന്ന അവളെ അവൻ ബഹുമാനം കലർന്ന ഒരിഷ്ടത്തോടെ നോക്കി. സനു പറഞ്ഞതിൽ കാര്യമുണ്ട് സാർ. ഒരു പിതാവിനെ സ്നേഹിക്കുന്ന മകൾ ഇങ്ങനെ കെഞ്ചി പറയുമ്പോൾ അതിനെ സാർ എതിർക്കരുത്. എൻ്റെ കുഞ്ഞുമ്മക്ക് വേണ്ടിയല്ല,
സാറിന് വേണ്ടി ഇനിയെങ്കിലും നിങ്ങൾ ജീവിക്കണം. ഇത്രയും സ്നേഹമുള്ള ഒരു മോളെ സാറിന് കിട്ടിയിട്ടില്ലേ? അത് വല്ലാത്ത ഭാഗ്യം തന്നെയല്ലേ? അമി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ നിക്കാഹ് അല്ലാതെ തന്നെ മുടങ്ങിപ്പോകുമോ എന്നൊരു പേടിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി വേണ്ട എന്ന് കരുതിയാ മോനെ. സാർ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എല്ലാം റാഹത്തായി നടക്കും ഇൻഷാ അല്ലാ. ഷഹബാസിൻ്റെ വാക്കുകളിൽ സമതൊന്ന് പുഞ്ചിരിച്ചു. മോൾക്ക് സ്വർണവും ഡ്രസ്സും ഒന്നും എടുത്തിട്ടില്ല. നാളെ തന്നെ പോകണമെന്ന് കരുതുന്നു. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഒന്ന് പോരുമോ? അതിനെന്താ സാർ, നമുക്ക് പോകാം. സാറിന് നാളെ ഓഫീസിൽ വരാൻ ഒക്കുമോ? നാളെ രാവിലെ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ടി വരും. ഇനി നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ സാറിന് ഓഫീസിൽ വരാനാവൂ? ഞാൻ വരാം. മീറ്റിംഗ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓക്കെയാണ്. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നമ്മൾ വരുമ്പോഴേക്കും ഇവർ റെഡിയായി നിൽക്കട്ടെ. അതുപോലെ സനു? മതിയുപ്പ. പോരെ ഉമ്മി? സനു റാബിയയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ വിളിയിൽ അവരുടെ കണ്ണ് നിറഞ്ഞു. സനു റാബിയയുടെ തോളിലേക്ക് ചാഞ്ഞു. അവർ അങ്ങനെ അവളെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. ആ കാഴ്ച സമദിനും ഷഹബാസിനും കണ്ണിന് കുളിർമയേകി. അവർ രണ്ടുപേരും മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. എന്നാ പിന്നെ നമുക്ക് പോയാലോ കുഞ്ഞുമ്മ? ഷഹബാസിൻ്റെ ചോദ്യത്തിന് റാബിയ തലയാട്ടി. ഉമ്മി പോകണ്ട, ഇവിടെ നിന്നോ. റാബിയയോട് ഒട്ടിനിന്ന് സനു കൊഞ്ചി. ഉപ്പ ഉമ്മിയെ നിക്കാഹ് ചെയ്യട്ടെ, എന്നിട്ട് ഇവിടെ നിർത്താൻ കേട്ടോ സനുക്കുട്ടി. ഷഹബാസ് അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്തോ അവൾക്ക് ഷഹബാസിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു പ്രയാസം തോന്നി. എന്തോ ഒരു വെപ്രാളം പോലെ. അവളുടെ ആ കണ്ണുകൾ തന്നെ ഒരുപാട് മോഹിപ്പിച്ച സുറുമ കണ്ണുകളെപ്പോലെ അവന് തോന്നിപ്പിച്ചു. നോക്കരുത് എന്ന് മനസ്സിനെ എത്ര പഠിപ്പിച്ചിട്ടും അവൻ ഒന്നുകൂടി ആ കണ്ണുകളിലേക്ക് നോക്കി. ആ പിടയ്ക്കുന്ന സുറുമയിട്ട കലമാൻ മെഴിയിലേക്ക്. തനിക്ക് സ്വന്തമായി ഒരു കുഞ്ഞു പിറന്നിട്ടും അതിനെ വാത്സല്യത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാതെ യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ നിഷ്ഠൂരമായി വലിച്ചെറിഞ്ഞപ്പോൾ, ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ വിധി വില്ലനായി തൻ്റെ ജീവിതത്തിൽ നിറഞ്ഞാടുമെന്ന് അലി അക്ബർ ഒട്ടും കരുതിയില്ല. വലിയ തറവാട് വീട്ടിൽ അനന്തരാവകാശികളില്ലാതെ കിടക്കുന്ന സ്വത്തുവകകളും മറ്റും അയാളെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടായിരുന്നു. അറക്കൽ തറവാട്ടിൽ ഹൈദറിൻ്റെയും സാറയുടെയും 3 പുത്രന്മാരിൽ ഇളയ ആളായ അലി അക്ബർ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആദ്യമൊന്നും അവൻ്റെ വീട്ടുകാർക്ക് അവളിൽ താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അവരും അവളെയും കുടുംബത്തെയും സ്നേഹിച്ചു തുടങ്ങി. ഒരു വർഷത്തിനിടെ അവരുടെ തറവാടിൻ്റെ അനന്തരാവകാശി അവളുടെ വയറ്റിൽ മുളപൊട്ടി. പക്ഷേ പ്രസവത്തോടെ അവൾ തളർന്നു കിടപ്പിലായിപ്പോയി. തളർന്നു കിടക്കുന്ന ഭാര്യയെ ചേർത്ത് പിടിക്കാതെ, ആ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാതെ ഇനി അവൾക്ക് ഒരു റിക്കവറി ഇല്ല എന്നുള്ള ഡോക്ടറുടെ പ്രഖ്യാപനം കാരണം അവൻ നിഷ്കരുണം അവളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു കളഞ്ഞു. ആ വർഷത്തിൽ തന്നെ വീണ്ടും ഒരു വിവാഹം കഴിച്ചു, തറവാട്ടുകാരിയായ ഒരു പെണ്ണിനെ തന്നെ. പിന്നീട് അവർ സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. പക്ഷേ അവർക്കിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നില്ല. ഒരു കുഞ്ഞിക്കാല് കാണാൻ അവർക്ക് ഈ 23 വർഷം കൊണ്ടും സാധ്യമായില്ല. അയാളുടെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അപ്പോഴാണ് താൻ ഉപേക്ഷിച്ചു കളഞ്ഞ കുഞ്ഞിനെക്കുറിച്ച് അയാൾ ഓർക്കുന്നത് തന്നെ. കുഞ്ഞിനെ തേടി അയാൾ ആദ്യ ഭാര്യയുടെ നാട്ടിലെത്തിയപ്പോൾ അവിടെ നിന്നറിഞ്ഞ കാര്യങ്ങൾ വീണ്ടും അയാളെ തളർത്തിക്കളഞ്ഞു. ആ കുഞ്ഞിനു വേണ്ടി അയാൾ പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്നു. അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുറ്റബോധം കൊണ്ട് നീറി കഴിഞ്ഞുകൊണ്ട് അയാൾ നാളുകൾ നീക്കി. തൻ്റെ മകനെ കാണിച്ചു തരാൻ അയാൾ നാഥന് മുന്നിൽ കരഞ്ഞു പറഞ്ഞു തേടിക്കൊണ്ടിരുന്നു. എന്നെങ്കിലും മകനെ കണ്ടുമുട്ടുമെന്നൊരു പ്രതീക്ഷയിൽ അയാൾ കാത്തിരുന്നു. പിറ്റേന്ന് സമദും സനുവും റാബിയയും ഷഹബാസും ഷോപ്പിങ്ങിന് വേണ്ടി ടൗണിലേക്ക് പോയി. അവൾക്ക് നിക്കാഹിന് വേണ്ടി ധരിക്കാൻ ഒരു സിമ്പിൾ വൈറ്റ് ഗൗൺ അവൾ തന്നെ തിരഞ്ഞെടുത്തു. അതെല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഒരു മുതലാളിയുടെ മകളാണെന്ന ഒരു വിചാരം പോലുമില്ലാതെ എല്ലാവരോടും പുഞ്ചിരിച്ചിടപെടുന്ന സനുവിനോട് ഷഹബാസിന് ആരാധന തോന്നിപ്പോകുന്നുണ്ടായിരുന്നു. അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ തനിക്ക് ഇണയായി കിട്ടാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. സനു തന്നെ സമദിനെ നിക്കാഹിന് ധരിക്കാനുള്ള വൈറ്റ് മുണ്ടും ഷർട്ടും തിരഞ്ഞെടുത്തു. പിന്നെ അവൾ റാബിയക്കും ഷഹബാസിനും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. ഷഹബാസിന് വേണ്ടി ഒരു വൈറ്റ് ഷർട്ട് തന്നെ എടുത്തു. അവളത് റാബിയയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവനോട് ട്രൈ ചെയ്യാൻ പറയാൻ പറഞ്ഞു. മോനെ, നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സനു നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ. ഫോണിൽ നോക്കി അവിടെ ഇരുന്ന ഷഹബാസിൻ്റെ അരികിലെത്തി റാബിയ പറഞ്ഞു. ആ ഷർട്ട് കണ്ട് അവൻ അത്ഭുതം കൂറി. തനിക്കിഷ്ടപ്പെട്ട കളറിൽ അതേ ബ്രാൻഡിൽ തൻ്റെ സെയിം സൈസിൽ കറക്റ്റ് ഫിറ്റായൊരു ഷർട്ടായിരുന്നത്. അവൻ ഷർട്ട് ധരിച്ച് ട്രയൽ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ സനുവിൻ്റെ കണ്ണുകൾ തെളിഞ്ഞി. അപ്പോൾ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവനും അത് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത്രയും കറക്റ്റ് ഫിറ്റായ ഷർട്ട് ഞാനെടുത്താൽ പോലും കിട്ടാറില്ല. എന്തായാലും തൻ്റെ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടോ. ചിരിയോടെ അവൻ സനുവിനെ നോക്കി പറഞ്ഞു. അത് കേട്ടവൾ മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ റാബിയയ്ക്ക് വേണ്ടി ഒരു പർദ്ദയും അവൾ തന്നെ സെലക്ട് ചെയ്തു.
എല്ലാം ഒരു വെള്ളമയം. ഒരു ഫാമിലി പോലെ കളിച്ചു ചിരിച്ച് പർച്ചേസ് ചെയ്യുന്ന അവരെ നോക്കി അവിടെ ഒരാൾ ദേഷ്യം കൊണ്ട് പല്ല് കടിക്കുന്നുണ്ടായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് സനുവും കൂട്ടരും നേരെ പോയത് ജ്വല്ലറിയിലേക്കാണ്. അവൾക്ക് നിക്കാഹിന് ധരിക്കാൻ സ്വർണം വേണ്ട എന്നവൾ പറഞ്ഞുവെങ്കിലും സമദിന് അവൾ കുറച്ച് സ്വർണം എന്തായാലും അണിയണമെന്ന് നിർബന്ധമായിരുന്നു. ആലുക്കാസ് ജ്വല്ലറി സമദിൻ്റെ ഒരു കൂട്ടുകാരൻ്റേതാണ്. അങ്ങോട്ടാണ് അവർ കയറിയത്. അത്യാവശ്യം വലിപ്പവും ഭംഗിയുമുള്ള ഒരു മാലയും 2 വളകളും 2 മോതിരവും പാദസരവും സനുവിന് വേണ്ടി എടുത്തു. അത് കഴിഞ്ഞ് നല്ലൊരു വള കൂടി സനു സെലക്ട് ചെയ്തു. എന്നിട്ട് സമദിൻ്റെ അടുത്ത് ചെന്നു. ഉപ്പ, ഈ വള ഞാൻ ഉമ്മിക്ക് വേണ്ടി വാങ്ങിക്കോട്ടെ, എൻ്റെ വിവാഹ സമ്മാനമായിട്ട്? ഉപ്പാക്ക് സമ്മതമാണോ? സമദ് പുഞ്ചിരിയോടെ തലയാട്ടി. എന്നിട്ട് വേഗം ഒരു മോതിരം കൂടി സെലക്ട് ചെയ്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇതും കൂടി നിൻ്റെ ഉമ്മയ്ക്ക് കൊടുക്ക്, മാല ഞാൻ നിക്കാഹ് കഴിക്കുമ്പോൾ കൊടുത്തോളാം. സമദ് പറഞ്ഞത് കേട്ട് സനുവിന് സന്തോഷമായി. അവളൊരു നിമിഷം ഉപ്പാനോട് ചേർന്ന് നിന്നു. അയാളും അവളെ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ റാബിയയും ഷഹബാസും നിൽപ്പുണ്ടായിരുന്നു. ബില്ലടച്ച ശേഷം സനു ആ വളയും മോതിരവും റാബിയയുടെ കൈകളിൽ അണിഞ്ഞുകൊടുത്തു. എന്നിട്ട് ആ കൈകളിൽ ഒന്ന് ചുംബിച്ചു. റാബിയ അവളെ ആഞ്ഞു പുണർന്നുകൊണ്ട് നെറ്റിയിൽ ചുണ്ടമർത്തി. വല്ലാത്തൊരു ആത്മബന്ധം 2 പേരിലും നിറഞ്ഞു കവിഞ്ഞിരുന്നു. കെട്ടിപ്പിടിച്ചു നിന്ന നേരം സനു പതുക്കെ റാബിയയുടെ ചെവിയിൽ ചോദിച്ചു, എന്താണ് കാമുകനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടും ഒന്നും മിണ്ടാത്തത്? നാണമായിട്ടാണോ? പോടി പെണ്ണെ, നാണമൊന്നുമല്ല, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, അത്രമാത്രം. റാബിയ ചെറിയ നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. നിക്കാഹ് കഴിയട്ടെ, എന്നിട്ട് 2നെയും ശരിയാക്കി തരാം. സനു ചിരിച്ചുകൊണ്ട് റാബിയയുടെ കവളിൽ നുള്ളി. അത് കേട്ട് നാണം കൊണ്ട് റാബിയയുടെ തല ഒന്ന് താഴ്ന്നു. അങ്ങനെ അവിടെ നിന്നും അവർ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അമൻ, വേർ ആർ യു മാൻ? പിന്നിൽ നിന്നൊരു വിളി കേട്ട് ഷഹബാസ് തിരിഞ്ഞു നോക്കി. കൂടെ സനുവും. ഷഹബാസിൻ്റെ അതേ പ്രായം തോന്നുന്ന ഒരു ചെക്കൻ. അവനെ കണ്ടതും ഷഹബാസ് അങ്ങോട്ട് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഫാസിൽ, എടാ നീ എന്നാ വന്നത്? എങ്ങനെയുണ്ട് UK? അടിപൊളിയല്ലേ? ഫാസിലിൻ്റെ വയറിൽ മെല്ലെ പഞ്ച് ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചു. അൽഹംദുലില്ലാ, ഞാൻ ഒരാഴ്ചയായി വന്നിട്ട്. പെങ്ങളെ കല്യാണമുണ്ട്, അതിൻ്റെ പർച്ചേസിലാണ്. അവർ വിശേഷങ്ങൾ പറയുന്ന നേരത്ത് സനു റാബിയയെ മെല്ലെ തോണ്ടി. ഷഹബാസിക്കയുടെ പേര് ശരിക്കും എന്താ ഉമ്മി? അവൻ്റെ പേര് ഷഹബാസ് അമൻ. എന്തേ നീ അങ്ങനെ ചോദിക്കാൻ? ഏയ് ഒന്നുമില്ല, ആ പയ്യൻ അമൻ എന്ന് വിളിച്ചല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ ഓക്കെ. പക്ഷേ സനുവിൻ്റെ ഉള്ളിൽ ആ സൂഫി വര്യൻ്റെ വാക്കുകൾ മുഴങ്ങിക്കേട്ടു. നീ അറക്കൽ അമൻ്റെ ബീവിയാണ്. അതിന് ഈ അമൻ അറക്കൽ അമനാണോ? ആ, ആർക്കറിയാം? ആലോചിച്ച് വട്ടായപ്പോൾ അവൾ ഒന്ന് തലകുടഞ്ഞു. ഷഫീഖ് വീട്ടിലെത്തി റൂമിൽ കയറി ഫോണും വാലറ്റും ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. ഡ്രസ്സിംഗ് മാളിൽ കണ്ട കാഴ്ച അവൻ്റെ ദേഷ്യത്തെ ആളിക്കത്തിച്ചു. താനൊന്ന് നോക്കിയപ്പോൾ പറ്റാത്ത പെണ്ണാണ് വേറെ ഒരുത്തന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അവനത് ട്രൈ ചെയ്ത് വന്നപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം താൻ നേരിട്ട് കണ്ടതാണ്. ആ ഓർമ്മകളെല്ലാം ഷഫീഖിൽ വീണ്ടും വീണ്ടും ദേഷ്യം തീർത്തുകൊണ്ടിരുന്നു. പൊല്ല്, ഉപ്പാൻ്റെ കണ്ടുപിടുത്തമായിപ്പോയി. അവളെ വേണ്ടായിരുന്നു. എത്ര പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ നടന്നതാ. പണച്ചാക്കിൻ്റെ ഒറ്റ മോളാണ് എന്ന് പറഞ്ഞ് ഉപ്പ നിർബന്ധിച്ചു പറഞ്ഞപ്പോൾ വീണുപോയി. പണം പണ്ടേ ഉപ്പാക്കൊരു ബിസിനസ്സാണ്. ഇപ്പോൾ താനും അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. അവൻ ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് ആലോചിച്ചു. നിക്കാഹിന് ധരിക്കാൻ ഡ്രസ്സ് എടുക്കാൻ കൂട്ടുകാരുടെ കൂടെ പോയതാണ്. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അത് കണ്ട് ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞിരുന്നു. പൊതുവെ ഒറ്റ മോനായതുകൊണ്ട് എല്ലാറ്റിനും സ്വാർത്ഥത നിറഞ്ഞ ഒരു ചിന്തയാണ് ഷഫീഖിന്. അത് പലപ്പോഴും അവനെ പ്രശ്നത്തിൽ ചാടിക്കാറുമുണ്ട്. നിക്കാഹ് കഴിയട്ടെ, അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തും, അവൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാം വെള്ളത്തിൽ വരച്ച വല പോലെയാകുമെന്ന് അവനപ്പോൾ അറിയില്ലല്ലോ. സനു, നിനക്ക് പാർലറിൽ പോകണ്ടേ? ഫേഷ്യൽ ചെയ്യണ്ടേ? നിക്കാഹിന് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ? ഫൗസി ചോദിച്ചു. വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സനുവിൻ്റെ അടുത്ത് വന്നതാണ് ഫൗസിയ. പെണ്ണെ, എനിക്കതിന് താല്പര്യമില്ല എന്ന് നിനക്കറിയില്ലേ? പടച്ചോൻ തന്ന സൗന്ദര്യം മതി, എന്തിനാ വെറുതെ കെമിക്കൽ വാഷ് ചെയ്യുന്നത്? നിനക്കിഷ്ടമില്ലെന്നറിയാം, എന്നാലും പെണ്ണെ നിക്കാഹല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നിന്റെ രാജകുമാരൻ വരുന്ന ദിവസമല്ലേ, ഒരുങ്ങി നിൽക്കണ്ടേ? രാജകുമാരനോ? അതെ, അറക്കൽ അമൻ രാജകുമാരൻ. പോടി, കളിയാക്കാതെ. എന്താവുമോ എന്നറിയാതെ ഉപ്പയും ഞാനും ബേജാറിലാണ്. സ്വപ്നങ്ങൾ വിടാതെ പിന്തുടരുന്നെങ്കിലും അതുപോലെ നടക്കണമെന്നുണ്ടോ? എന്താവുമോ എന്തോ. എൻ്റെ നിക്കാഹ് ഉറപ്പിച്ച ആളിൻ്റെ സ്വഭാവം എനിക്കത്ര പിടിച്ചിട്ടില്ല. അതിന് നീ പിന്നെ അയാളെ കണ്ടിരുന്നോ? ആ, ഹോസ്പിറ്റലിൽ ഉപ്പാനെ കാണാൻ വന്നിരുന്നു. എന്തായാലും നിന്റെ വിധി പോലെ ഇരിക്കും കാര്യങ്ങൾ. ശരിയാ. അപ്പോഴും മനസ്സിൽ അന്ന് സ്വപ്നത്തിൽ കണ്ട നിക്കാഹിൻ്റെ രംഗങ്ങൾ അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. കുഞ്ഞുമ്മ, നിങ്ങളെ സനുവിൻ്റെ അടുത്ത് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് സാർ. പാപം ഓൾക്ക് ആരുമില്ലാത്തതല്ലേ.
ഞാൻ പോകുമ്പോൾ അവിടെ ഇറക്കാം. വേഗം ഒരുങ്ങി നിൽക്കിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കൊണ്ടുവെക്കുന്ന റാബിയയോട് ഷഹബാസ് പറഞ്ഞു. ശരി മോനെ. റാബിയക്ക് സമദിനെ കാണുമ്പോൾ ഒരു വെപ്രാളമാണ്. പക്ഷേ സനുവിനെ ഓർക്കുമ്പോൾ പോകാതിരിക്കാൻ വയ്യതാനും. അവൾ എന്നെ ഉമ്മിയായി ഏറ്റെടുത്തതുമല്ലേ. പാവം പെണ്ണ്. കുറച്ച് മുമ്പ് കണ്ടിരുന്നുവെങ്കിൽ അമിയെയും അവളെയും ചേർത്ത് വെക്കാമായിരുന്നു. റാബിയ ഓർത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഷഹബാസും റാബിയയും നേരെ സമദിൻ്റെ വില്ലയിലേക്ക് വിട്ടു. അവിടെ പന്തൽ പണിക്കാരും പുറം പണിക്കാരും എല്ലാവരുമുണ്ട്. സ്റ്റേജ് കെട്ടാൻ ഇവൻ്റുകാരും എല്ലാവരും ഉള്ളതുകൊണ്ട് മുറ്റത്താകെ ബഹളമയമാണ്. പക്ഷേ കുടുംബക്കാരാരുമില്ലാത്തതിനാൽ വീട് ഉള്ളിൽ ശാന്തമാണ്. ഇരുനില വീടാണെങ്കിലും ഒരു ഒതുങ്ങിയ വീടാണ്. ഭംഗിയിൽ ഇൻറ്റീരിയർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. മുറ്റത്ത് കല്ല് വിരിച്ചിട്ടുണ്ട്. എന്നാലും ആഡംബരം എന്ന രീതിയിൽ ഒന്നുമില്ല. വൃത്തിയുള്ള നല്ലൊരു വീട്. റാബിയയെ മുറ്റത്തിറക്കി പോകാനൊരുങ്ങിയ ഷഹബാസിനെ സമദ് വിളിച്ച് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ അടുത്തുകൂടെ റാബിയ അകത്തേക്ക് കയറി. ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മുകളിൽ നിന്നും സനു താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റാബിയെ കണ്ടവൾ ഓടിവന്നു. ഉമ്മി, ഞാനിപ്പോൾ ഓർത്തതേയുള്ളൂ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതിനല്ലേ സുന്ദരിപ്പെണ്ണെ ഞാൻ വന്നത്. സനുവിൻ്റെ കവിളിൽ മുത്തം നൽകിക്കൊണ്ട് റാബിയ പറഞ്ഞു. വാ, നമുക്കെൻ്റെ മുറിയിൽ പോകാം. അവർ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. എല്ലാം ഒതുക്കി വെച്ചൊരു മുറി. ഒരു സാധനവും പുറത്തില്ല. ഒരേ ഡിസൈനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡും അലമാരയും ആ റൂമിൻ്റെ ഹൈലൈറ്റായിട്ട് റാബിയക്ക് തോന്നി. അവർ സംസാരിക്കുന്നതിനിടയിൽ റാബിയ ചോദിച്ചു. സനുമോളെ, നിന്റെ ഉമ്മാൻ്റെ വീട്ടുകാരും വരില്ലേ നിക്കാഹിന്? അതിനെൻ്റെ ഉമ്മ ആരാണെന്നോ ഉമ്മാൻ്റെ കുടുംബക്കാരാരാണെന്നോ എനിക്കറിയില്ല ഉമ്മി. അതിനെക്കുറിച്ച് ഇതുവരെ ഉപ്പ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആണോ? സാരമില്ല, മോൾക്ക് ഞാനില്ലേ. ഞാൻ ഉപ്പാൻ്റെ മോളല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ എവിടുന്നെങ്കിലും എടുത്ത് വളർത്തിയതാവും. സനു ഒട്ടൊരു ദുഃഖത്തോടെ പറഞ്ഞു നിർത്തി. അങ്ങനെ ഒന്നും കരുതണ്ട. സത്യമറിയാതെ അങ്ങനൊന്നും ചിന്തിക്കരുത്. ഉപ്പാൻ്റെ പാസ്റ്റ് ആരും അറിയുന്നത് ചിലപ്പോൾ ഉപ്പാക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും മോളോട് ഉപ്പ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. റാബിയ അവളെ സമാധാനിപ്പിച്ചു. ഉമ്മയെക്കുറിച്ച് ചെറുപ്പത്തിൽ പറഞ്ഞൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ഉമ്മ മരിച്ചുപോയി എന്നുള്ളത് മാത്രം. ഒരു ഫോട്ടോ പോലും എവിടെയുമില്ല. ഞാൻ ഉപ്പാൻ്റെ മോളല്ലെങ്കിലും ആ സ്നേഹം ആവോളം തന്നാണ് എന്നെ വളർത്തിയത്. നിസ്സാർത്ഥമായ സ്നേഹം അതുപ്പ വാരിക്കോരി തന്നിട്ടുണ്ട്. അതെനിക്ക് നന്നായി അറിയാം. അതുമാത്രം മതിയല്ലോ. ചിലപ്പോൾ ഉമ്മിയെയും അമിക്കാനെയും നഷ്ടപ്പെട്ട ശേഷം ഞാനുള്ളതുകൊണ്ടായിരിക്കാം ഉപ്പ മുന്നോട്ട് ജീവിച്ചത് തന്നെ. അതെ, അത് മാത്രം നീ ഓർത്താൽ മതി. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ടെൻഷൻ അടിച്ചാൽ ആകെ പ്രശ്നമാകും. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ നിന്റെ നിക്കാഹാണ്. ഇല്ല ഉമ്മി, ടെൻഷനൊന്നുമില്ല. അല്ലോ, നിന്റെ മുടിയൊക്കെ ആകെ ജടുകെട്ടിയല്ലോ. നീ വന്നേ, ഞാൻ എണ്ണയിട്ട് മസാജ് ചെയ്ത് തരാം. എത്ര നല്ല തലമുടിയാണ്. തിരിഞ്ഞു നോക്കാതെ ആകെ നശിച്ചു പോവില്ലേ? അവളുടെ അര കവിഞ്ഞുള്ള നീണ്ട തലമുടി നോക്കിക്കൊണ്ട് റാബിയ പറഞ്ഞു. റാബിയക്കും അത്യാവശ്യം നല്ല മുടിയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ നീണ്ട മുടി. അവൻ ലീവുള്ള ദിവസം എനിക്ക് തലയിൽ എണ്ണ തേച്ച് തരാറുണ്ട്. സനുവിൻ്റെ തലയിൽ എണ്ണ തേച്ചുകൊണ്ട് റാബിയ തുടർന്നു. നമുക്ക് മുഖത്ത് കുറച്ച് മഞ്ഞൾ കൂടി തേച്ചാലോ? എല്ലാ പെൺകുട്ടികളും നിക്കാഹിനേക്ക് നന്നായി ഒരുങ്ങാറുണ്ട്. എൻ്റെ കൊച്ച് സുന്ദരിയാണേലും കുറച്ച് മഞ്ഞൾ കൂടിയൊക്കെ ആവാം. എൻ്റെ ഉമ്മി ചെയ്തു തരുന്നതൊക്കെ ഞാൻ സ്വീകരിക്കും. നാളെ മെഹന്തി ഇടണ്ടേ? അതിനുവേണ്ടി നീ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഉമ്മി, ഇടത് കയ്യിൽ ഞാൻ തന്നെ ഇടും. അത് മതിയെന്ന് കരുതി. ഞാനിട്ട് തന്നോളാം. മെഹന്തി ഇടാൻ എനിക്കറിയാം. അപ്പോൾ അതും സെറ്റ്. അങ്ങനെ തലയിൽ എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്ത് ശരീരത്തിൽ മഞ്ഞൾ തേച്ച് മുടിയിൽ ചെമ്പരത്തി താളി തേച്ച് പിടിപ്പിച്ച് റാബിയ സനുവിനെ കുളിപ്പിച്ചു. കുളി കഴിഞ്ഞപ്പോൾ അവൾക്ക് തലക്കും ശരീരത്തിനും പ്രത്യേകം ഒരു ഉണർവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. റാബിയ ഉള്ളതുകൊണ്ട് സമദ് അകത്തേക്ക് അങ്ങനെ വന്നില്ല. പുറത്ത് പണിക്കാരുടെ കൂടെ ഓരോന്ന് ഏൽപ്പിച്ചുകൊണ്ട് നടന്നു. ഫുഡും പുറത്ത് ഏൽപ്പിച്ചതാണ്. സനു ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതാണ്. 19 പേർക്ക് വെച്ച് വിളമ്പാൻ കുറച്ച് അധ്വാനമുണ്ടല്ലോ. അതുകൊണ്ട് അയാൾ തന്നെ എതിർത്തു. വൈകുന്നേരം ആഴപ്പോയേക്കും പന്തൽ പണിയും സ്റ്റേജ് പണിയും ഒക്കെ കഴിഞ്ഞിരുന്നു. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് നേരെ ഷഹബാസ് അവിടേക്കെത്തി. ചായ കുടിച്ച ശേഷം റാബിയയെയും കുട്ടി മടങ്ങാനൊരുങ്ങി. ഉമ്മി രാവിലെ വരാം പോരെ? ഇനി കുറച്ചു നേരം നീ ഉപ്പായെ വെറുപ്പിക്ക്. ഞാൻ പോയി വരാം ട്ടോ പെണ്ണെ. സനുവിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ ഒരു ഉമ്മയെപ്പോലെ തന്നെ സ്നേഹിച്ചും പരിചയിച്ചും തീറ്റിച്ചും നടന്ന റാബിയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ഈ പിരിയൽ അനിവാര്യമാണല്ലോ. നിക്കാഹ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരാമെങ്കിലും താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും പിരിയേണ്ടി വരും. അവൾ തലയാട്ടിക്കൊണ്ട് വേഗം എണീറ്റകത്തേക്ക് പോയി. ആ പെരുമാറ്റത്തിലൂടെ അവളുടെ അവസ്ഥ മനസ്സിലായപ്പോൾ റാബിയക്കും ഷഹബാസിനും വിഷമം തോന്നി. സമദും അതിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. മോനെ, നാളെ രാവിലെ ഇങ്ങെത്തണം. നാളെ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. ഞാൻ വന്നോളാം സാർ. അവൻ യാത്ര പറഞ്ഞു പോയപ്പോൾ സമദും അകത്തേക്ക് കയറി. റാബിയ ഇപ്പോൾ താൻ അന്ന് കണ്ട കൊച്ചു പെൺകുട്ടിയല്ലല്ലോ. ജീവിതം ഒരുപാട് പഠിച്ച പെണ്ണല്ലേ.
ഇതുവരെയും പരസ്പരം ഒന്നും സംസാരിച്ചിട്ടില്ല. പാവം പെണ്ണ് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. തനിക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ ഒന്നിക്കാനാവും പടച്ചോൻ്റെ വിധി, അയാൾ ഓർത്തു. പിറ്റേന്ന് രാവിലെ തന്നെ ഫൗസി സനുവിൻ്റെ വീട്ടിൽ ഹാജരായി. അവളുടെ വീട് അവിടെ അടുത്തു തന്നെ ആയതിനാൽ പോകാനും വരാനും സുഖമാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ റാബിയയും കൊണ്ട് ഷഹബാസ് എത്തി. അപ്പോൾ തന്നെ അവൻ സമദിനെയും കൊണ്ട് പോവുകയും ചെയ്തു. സനുവിൻ്റെ വാക്കുകളിലൂടെ അറിഞ്ഞ കുഞ്ഞുമ്മയെ ഫൗസിക്കും ഒരുപാട് ഇഷ്ടമായി. അന്നുച്ചക്കത്തെ പാചകം അവർ 3 പേരും കൂടിയായിരുന്നു. ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും അവർ ആ സമയം ആസ്വദിച്ചു. ഉച്ചക്ക് പിന്നെ പുറത്തുനിന്ന് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. സമദും ഷഹബാസും ഉച്ച ആയപ്പോയേക്കും എത്തിയിരുന്നു. അവർ ഫുഡ് കഴിച്ച് വീണ്ടും എങ്ങോട്ടോ യാത്ര പോയി. ഫുഡ് കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് 3 പേരും കൂടി മെഹന്തി ഇടാൻ തുടങ്ങി. രാത്രി കുറച്ച് പേര് വരുമെന്ന് സമദ് അറിയിച്ചിരുന്നു. പിന്നെ അടുത്തുള്ള അയൽവാസികളും കുറച്ച് കുടുംബക്കാരും വരാനുണ്ടാകും. അതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ളുഹർ നിസ്കാരം കഴിഞ്ഞ് മെഹന്തി ഇട്ടാൽ ഏകദേശം മഗ്‌രിബിനോടടുത്ത് തന്നെ കഴുകിയാൽ മതിയല്ലോ. അങ്ങനെ അവളുടെ 2 കൈകളിലും റാബിയ ഭംഗിയായി മെഹന്തി ഇട്ടു. വരൻ്റെ പേര് കയ്യിൽ എഴുതാൻ ചോദിച്ചപ്പോൾ സനു പേരെഴുതാൻ സമ്മതിച്ചില്ല. അവളുടേത് കഴിഞ്ഞു. ഫൗസിയക്കും റാബിയ ചെറുതായി കൈകളിൽ മൈലാഞ്ചി ഡിസൈനർ ഇട്ടുകൊടുത്തു. സനുവിന് വെറുതെ ഇരുന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് റാബിയ വേഗം പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. അവൾക്ക് കൈകൾ കൊണ്ട് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് റാബിയ തന്നെ കുടിപ്പിച്ചു കൊടുത്തു. മഗ്‌രിബായതോടെ ഓരോരുത്തരായി വരാൻ തുടങ്ങി. ഫൗസിയുടെ വീട്ടുകാരും അയൽ വീട്ടുകാരും ആദ്യം എത്തി. പിന്നെ സമദിൻ്റെ അനിയന്മാരും പെങ്ങന്മാരും ഫാമിലിയും എത്തി. അവരെല്ലാം സനുവിൻ്റെ കൂടെയുള്ള റാബിയെക്കുറിച്ച് അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു. എടി സൽമേ, അതേതാ ആ പെണ്ണ്? സുന്ദരി കൊച്ച്. പക്ഷേ സനുവിൻ്റെ കൂട്ടുകാരിയല്ല, കുറച്ചുകൂടി പ്രായം തോന്നിക്കുന്നുണ്ട്. ആ, എനിക്കറിയില്ല, ഇവരുടെ കുടുംബക്കാർ ഒന്നുമല്ലെന്നാ തോന്നുന്നത്. ചിലരുടെ കുശുകുശുക്കൽ സനുവിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അവൾ എല്ലാവരെയും ഒരിടത്തേക്ക് വിളിച്ചുകൂട്ടി. ഇതെൻ്റെ റാബിയ ഉമ്മി. എൻ്റെ ഉപ്പ നിക്കാഹ് ചെയ്യാൻ പോകുന്ന ആളാണ്. എല്ലാവർക്കും ഇത് ആരാണെന്ന് സംശയമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അതൊന്ന് തീരാൻ വേണ്ടി പറഞ്ഞതാണ്. അത് കേട്ട് പലരും മൂക്കത്ത് കൈവച്ചു. നിക്കാഹ് കഴിയാതാണോ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? നാണമില്ലേ ആ പെണ്ണിന്? ചില പെണ്ണുങ്ങൾ പറഞ്ഞു. ചിലർ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ സനു തന്നെ ഇടപെട്ടു. എൻ്റെ ഉമ്മിക്ക് നാണമില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇന്നിങ്ങോട്ട് വന്നത്. ഞാൻ ഇത്രയും കാലം ഒരു ഉമ്മയില്ലാതെയാണ് വളർന്നതെന്ന് നിങ്ങൾക്കറിയാലോ. എൻ്റെ നിക്കാഹിനെങ്കിലും ഒരു ഉമ്മാൻ്റെ സ്നേഹം എനിക്ക് വേണം എന്ന് തോന്നി. അതുകൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ആരും കാരണമറിയാതെ എൻ്റെ ഉമ്മിയെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ റാബിയയും കൂട്ടി അവളുടെ മുറിയിലേക്ക് നടന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.